ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ വിജയത്തിന്റെ വിളക്കുമാടം. അതാണ് ഇന്നത്തെ വിഷയം. അല്ലാഹു തആല എല്ലാത്തിലും നമ്മുടെ ദീന് നിലനിർത്താൻ വേണ്ടി നമുക്ക് വേണ്ടി ഇറക്കിയ ഗ്രന്ഥമാണല്ലോ ഖുർആൻ. മാത്രമല്ല, ഏതൊരു കാര്യത്തിന്റെയും തുടക്കം ഖുർആനാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പരിചയപ്പെടുത്തി. അതാണ് ഖുർആന്റെ മഹത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിനെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് അതിന് ആധാരം. ഇന്നല്ലാഹ ഖറഅത വയാസീൻ ഖബല അൻ യഖ്ലുഖ السماوات والأرض ب50 ألف سنة فلما سمعت الملائكة طوبى لقلوب يحفظ هذا طوبى لأمة ينزل هذا طوبى لألسنة ينطق هذا أو كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തആല ഖറഅ ത്വാഹ വയാസീൻ ഖബല അൻ യഖ്ലുഖ السماوات والأرض ب50 ألف سنة. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഗോളങ്ങളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു താഹ, സൂറത്ത് യാസീൻ പാരായണം ചെയ്തു വന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ആകാശഭൂമി സൃഷ്ടിക്കുന്ന 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഓതി സൂറത്തു താഹ, സൂറത്ത് യാസീൻ. فلما سمعت الملائكة അവശ്യ സുന്ദരമായ ശൈലി ഖുർആൻ മാലാഖമാര് കേട്ടപ്പോ ഖാലൂ അവർ പറഞ്ഞു അത്രേ, തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ. ഏതൊരു സമുദായത്തിലേക്കാണോ ഇതിറക്കപ്പെടുന്നത് ആ സമുദായത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും ഏതുമ്മത്തിന് ഈ ഉമ്മത്തിന്, നമ്മുടെ ഈ ഉമ്മത്തുകൾക്ക് വേണ്ടി എല്ലാ അഭിനന്ദനങ്ങളും. അൽഹംദുലില്ലാഹ്, ഖുർആൻ നമുക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഇറക്കിയത്. തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. ഏതൊരു ഹൃദയമാണോ ഇത് മനനം ചെയ്യുന്നത്, ഇത് കാത്തു സൂക്ഷിക്കുന്നത്, ആ ഹൃദയങ്ങൾക്കെല്ലാവിധ സാന്ത്വനങ്ങളും അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഹാഫിളിങ്ങൾക്കുള്ള മഹത്വം എന്താണ്? എത്ര വലിയ മഹത്വമാണ് ഹാഫിളിങ്ങൾക്ക്. മലക്കുകൾ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഹാഫിളിനെ കൊണ്ട് ദുആ ചെയ്തു. തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. സൂക്ഷിക്കുന്ന ഹൃദയങ്ങൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. മലക്കുകൾ ദുആ ചെയ്യുന്നു ഹാഫിളിങ്ങൾക്ക് വേണ്ടി. വീണ്ടും ആ മലക്കുകൾ പറയുകയാണ്, തൂബാ ലി അൽസിനത്തിൻ യൻതിഖു ഹാദാ. ഏതൊരു ഖുർആൻ, ഏതൊരു നാവുകളാണോ ചർച്ച ചെയ്യുന്നത്, ചർവിത ചർവണം നടത്തുന്നത്, ആ നാവുകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഖുർആനിനെ അല്ലാഹു പരിചയപ്പെടുത്തിയതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ സൂറത്ത് യാസീനും സൂറത്ത് താഹ ഓതുന്നത് പറയുന്നത്. അതിൽ വലിയ ബർക്കത്തുണ്ട്. ഇപ്പൊ അതിന്റെ ബർക്കത്ത് പറഞ്ഞാൽ അത് മാത്രമേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഉമ്മത്തിന് കിട്ടിയത്. കാരണം എന്താ? ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനെ അല്ലാഹു പരിചയപ്പെടുത്തിയപ്പോ ആ ഖുർആനിനെ ഏതൊരു ഉമ്മത്തിലേക്കാണോ ഇറക്കപ്പെടുന്നത് അവർ വിജയിച്ചു.
അവർ വിജയിച്ചു എന്നാണ് മലക്കുകൾ പറഞ്ഞത്. പക്ഷെ നമുക്കോ ഇന്ന് ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല. വീടുകളിലൊക്കെ ഖുർആനുണ്ട്, നല്ല സൂക്ഷിച്ച് റൈഹാനിൽ വെച്ച് നല്ല പൊതിഞ്ഞ് ടിവിയുടെ മുകളിൽ ഷോക്കേസിൽ വെച്ചിരിക്കുകയാണ്. ടിവിയുടെ ഐസി അടിച്ചു പോകാതിരിക്കാൻ, ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് വീടുകളിലൊക്കെ സൂക്ഷിച്ചങ്ങനെ വെച്ചിരിക്കുകയാണ്, ഓതൂല. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യജീഉ യൗമൽ ഖിയാമത്തി അൽ ഖുർആൻ വൽ മസ്ജിദു. നാളെ ഖിയാമത്ത് നാളിൽ ഖുർആനും മസ്ജിദും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമത്രേ. യഖൂലുൽ ഖുർആൻ, ആ ഖുർആൻ വിളിച്ചു പറയും, യാ റബ്ബി പടച്ചവനെ, ഹറഖൂനി വമസ്സഖൂനി, എന്നെ കരിച്ചു കളഞ്ഞു അല്ലാഹ്, എന്നെ കീറിക്കളഞ്ഞു അല്ലാഹ്. ഈ സമുദായം ബിജെപിക്കാരെ കുറിച്ചല്ല, ബജരംഗ് ദളുകാരെ കുറിച്ചല്ല, അവരുടെ മേലേക്കല്ല ഖുർആൻ ഇറക്കിയത്, ഈ ഉമ്മത്തിന്റെ മേലേക്കാണ്, നമ്മുടെ മേലേക്കാണ്. ഈ ഖുർആനിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാത്ത ഈ മക്കൾ നാളെ ആഖിറത്തിലെത്തുമ്പോ ഈ ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറയും. യാ റബ്ബി പടച്ചവനെ, ഹറഖൂനി വമസ്സഖൂനി, കീറിക്കളഞ്ഞതും പിച്ചു ചീന്തിയതും കരിച്ചു കളഞ്ഞതും ഈ ഉമ്മത്താണല്ലാ, ഈ ഉമ്മത്താണല്ലാ. നാളെ നമുക്കെതിരെ നാളെ സംസാരിക്കും. വയഖൂലുൽ മസ്ജിദ്, മസ്ജിദ് വിളിച്ചു പറയും അത്രേ, യാ റബ്ബി പടച്ചവനെ, അത്തലൂനി വളയ്യൂനി വഖറബൂനി. പള്ളികളിലെ ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടും അനാവശ്യ സംസാരങ്ങൾ കൊണ്ടും വഴക്കുകൾ കൊണ്ടും അടികൾ കൊണ്ടും പള്ളികളെ മലീമസമാക്കുമ്പോ ആ മസ്ജിദ് നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് വിളിച്ചു പറയും അത്രേ, യാ റബ്ബി പടച്ചവനെ, അത്തലൂനി വഹറഖൂനി വളയ്യൂനി, എന്നെ ഖറാബാക്കി കളഞ്ഞല്ല, എന്നെ മലിനമാക്കി കളഞ്ഞല്ല, എന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു പടച്ചവനെ. ഈ മസ്ജിദ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ലോകത്തിന് വിജയമാണ്, വിജയത്തിന്റെ വിളക്കുമാടമാണ് പരിശുദ്ധമായ ഖുർആൻ. ഹിദായത്ത് കിട്ടാൻ 3 മാർഗമേ ഉള്ളൂ. വിജയത്തിന്റെ 3 വഴിയാണ്. ഒന്നാമത്തെ വഴി പരിശുദ്ധമായ കഅബ ശരീഫാണ്. പരിശുദ്ധമായ കഅബ ശരീഫാണ് ഹിദായത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി. ഇന്ന അവല ബൈതി ഉളിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. മുബാറകൻ വഹുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലോകത്ത് പ്രഥമമായി നിർമ്മിച്ച ഭവനം അല്ലാഹുവിന്റെ ഭവനം, അത് പരിശുദ്ധമായ കഅബയാണ്. അത് ബക്കയിലാണ്, അത് മക്കയിലാണ്. പരിശുദ്ധമായ മക്കയ്ക്കും കഅബയ്ക്കും അല്ലാഹു ഖുർആനിൽ ധാരാളം പേര് നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു മക്ക എന്ന് പറയാം, ഒരു കഅബ എന്ന് പറയാം, ഇത് രണ്ടേ അറിയുള്ളൂ. ഖുർആനിൽ അല്ലാഹു തആല മക്കയെ കുറിച്ച് ഒരുപാട് പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കഅബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഹിദായത്തിന്റെ ഗേഹമാണ് കഅബ എന്ന് അല്ലാഹു തന്നെ പറയാണ്. ഇന്ന അവല ബൈത് ഉളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ. ബർക്കത്തെടുക്കണോ, ബർക്കത്ത് വേണമോ, ആ കഅബയിലേക്ക് കുതിക്കണേ, ആ കഅബയിലേക്ക് പോകണേ. അത് ബർക്കത്തിന്റെ ഉറവിടമാണ്. മാത്രമല്ല വഹുദൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗരേഖ കാട്ടിക്കൊടുക്കുന്ന സ്ഥലമാണ് മക്ക. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ആ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ലോകം വിളിച്ചു പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കഅബ ശരീഫിലേക്ക് ദിവസം തോറും രാവിലെ ദിവസം തോറും 17 പ്രാവശ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സുബ്ഹിക്ക് ഖുനൂത്ത് ഓതുന്നു, അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്. ഹിദായത്ത്, ഹിദായത്ത് എങ്ങോട്ട് നോക്കിട്ടാ? കഅബ ശരീഫിലേക്ക്.
ആ കഅബയിലേക്ക് നോക്കിയിട്ട് ഹിദായത്തിനോട് ദുആ ചെയ്യുന്നു. ആ കഅബയിലേക്ക് നോക്കിയിട്ട് ദിവസം തോറും 17 പ്രാവശ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഹിദായത്ത് ദാ അല്ലാഹ് എന്ന് നമ്മൾ ചോദിക്കുന്നു കഅബ ശരീഫിലേക്ക്. ആ കഅബ കൊണ്ടാണ് ലോകത്തിന് ഹിദായത്തിന്റെ തുടക്കം. കഅബയാണ് ലോകത്തിന്റെ മധ്യഭാഗം. കഅബ ശരീഫ് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയതാണ്. അവിടെ മുതലാണ് ഹിദായത്തിന്റെ തുടക്കം. കഅബയുമായിട്ട് നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനും പറയാനുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലല്ലോ. നമ്മൾക്ക് സാധാരണ പോകുമ്പോൾ ഈ ചതുരത്തിലിരിക്കുന്ന ഈ ഒരു കഅബ, ഈ ഒരു കറുത്ത മൂടുപടം പൊതിയിരിക്കുന്ന ഈ കഅബ, ഇതേ നമുക്കറിയുള്ളൂ. ഇല്ല, ചരിത്രം വലുതാണ്. അപ്പൊ ഹിദായത്ത് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ സ്ഥലം എവിടെയാണ്? പരിശുദ്ധമായ കഅബയാണ്. കഅബയിലേക്ക് പോകണം. രണ്ടാമത് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്, നമ്മുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്, നമുക്ക് പഠിപ്പിച്ചു തന്നത് ലോകത്തിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രകാശം. ഖുർആൻ എന്നുള്ളത് ഒരു പ്രകാശമാണ്. ആ പ്രകാശം എവിടെ നിന്ന് വന്നു? അല്ലാഹുവിൽ നിന്ന് വന്നു. അല്ലാഹ് പ്രകാശമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹയെ ഒന്ന് കാണാൻ വേണ്ടി മൂസ നബി ആഗ്രഹിച്ചപ്പോ ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, തൂര് സീനായിലേക്ക് വാ. മിസ്രിൽ പോയാൽ കാണാം. ബഹുമാനപ്പെട്ട ഷാജാ ഉസ്താദൊക്കെ ഇവിടെ പറഞ്ഞു, ഇസ്കന്ദരിയയില് അബ്ദുൽ ലത്തീഫ് ഉസ്താദിനെ നോക്കിയിട്ടാ പറഞ്ഞത്. ഞാൻ പോയെന്ന കാര്യം അത് അറിയാത്തതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് പോയി പഠിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും ആ തൂര് സീന പർവ്വതം കരിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം. ഇന്നും അതിന്റെ അടുത്ത് പോയി നിന്ന് നേർക്കാഴ്ചയോടുകൂടി വിനീതം കണ്ടതാണ്. അടുത്തുള്ള മലകളെല്ലാം ഭയങ്കരമായ മലകൾ, പടുകൂറ്റൻ മലകൾ, ഭയങ്കരമായ കല്ല്. പക്ഷെ ഇതങ്ങനെ കരിഞ്ഞ് താന്നു കിടക്കുന്നു. എന്താ കാരണം? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹയെ കാണാൻ കൊതിച്ചു. അല്ലാഹു തആല പറഞ്ഞു, വാ ആ പർവ്വതത്തിന്റെ താഴെ വാ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. അല്ലാഹുവിന്റെ പ്രകാശം ഒന്ന് തെളിയേണ്ട താമസം, ഒന്ന് വ്യാപിക്കേണ്ട താമസം, ഒന്ന് പുറപ്പെടേണ്ട താമസം, പർവ്വതം പൊളിഞ്ഞു, മൂസ വീണു. എല്ലാം നിമിഷ നേരായി. ചെറിയ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പൊ അള്ളാന്റെ ആ നൂറ്, അതുകൊണ്ട് അതെല്ലാം കരിഞ്ഞു പോയെങ്കിൽ ആ നൂറാണ് ബഹുമാനപ്പെട്ട നബീന റസൂലുള്ളാഹി തങ്ങളിലേക്ക് അല്ലാഹു തആല നൽകിയത്. ആ നൂറാണ് അല്ലാഹു തആല നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. ഖദ് ജാഅകും മിനല്ലാഹ് നൂറുൻ വകിതാബും മുബീൻ. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്നത് ഒരു പ്രകാശമാണ്, പ്രകാശത്തിന്റെ ഗോപുരമാണ്. ആ പ്രകാശത്തിനോടൊപ്പം അല്ലാഹുവിന്റെ കിതാബുമായിട്ടാണ് ആ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നൂറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ്, പ്രകാശമാണ്. ഖുർആൻ കൊണ്ട് തന്നെ തെളിവല്ലേ? ആ പ്രകാശമായ പ്രവാചകന്റെ മേലേക്ക് അല്ലാഹു തആല കൊടുത്തുവിട്ട ഗ്രന്ഥമോ ഈ ഖുർആനോ അത് പ്രകാശമാണ്. فالذين آمنوا به وعزروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ആരാണോ ഈ പ്രവാചകനെയും ആ പ്രവാചകനോടൊപ്പം കൊണ്ടുവന്ന ആ നൂറിനെയും, അതായത് അല്ലാഹുവിന്റെ കിതാബിനെയും ആരാണോ വിശ്വസിക്കുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയശ്രീലാളിതരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ നൂറ്, നബിതങ്ങളുടെ നൂറ്, പരിശുദ്ധമായ ഖുർആൻ നൂർ. ആ ഖുർആനാണ് നമ്മുടെ വീട്ടിൽ നിന്നിരിക്കുന്ന ഒരു പുസ്തകം പോലെ പൊതിഞ്ഞ് ഷോക്കേസിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആരും ഓതുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ആ പരിശുദ്ധമായ നൂർ, ആ ഖുർആൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ ഹബീബല്ലേ. അതുകൊണ്ട് ആ ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഹാദിയായ റസൂലുള്ളാഹി തങ്ങളാണ്. വ
وإنك لتهدي إلى صراط مستقيم. നബിയേ, അങ്ങ് സത്യസന്ധമായ വഴികളിലൂടെ സത്സരണിയിലേക്ക്, ഹിദായത്തിന്റെ പാതയിലേക്ക് ജനങ്ങളെ നയിക്കുന്നവരാണ്. വിജയത്തിന്റെ വീതിയോതാൻ അങ്ങ് മാത്രമാണ് ഹബീബേ. അതുകൊണ്ട് അങ്ങാണ് ഹാദി, അങ്ങാണ് ഹിദായത്ത് കാട്ടിക്കൊടുക്കുന്ന മഹാൻ. ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ കാരണം ഹാദി റസൂലാണ്. ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹിദായത്തിന്റെ ഈ ഗ്രന്ഥം വാങ്ങാൻ വേണ്ടി ജബലുൻ നൂറിൽ പോയിരുന്നു. അതിന്റെ പേര് തന്നെ, ആ മലയുടെ പേര് തന്നെ നൂറിന്റെ പർവ്വതം. ഇന്ന് നിങ്ങൾ പോയി നോക്ക്. ഞങ്ങൾ മഗ്രിബ് നിസ്കാരത്തോടടുത്ത് ഞങ്ങൾ അതിന്റെ മുകളിൽ കയറി. ഇശ കഴിഞ്ഞ് 8-9 മണിക്ക് ഇറങ്ങി വന്നു. എന്തിന്? ആ രാത്രി അതിന്റെ മുകളിൽ നിൽക്കാൻ. ലൈറ്റ് പോലും അടിക്കാതെയാണ് അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. ടോർച്ച് വെളിച്ചം പോലെ, നല്ല വെളിച്ചം പോലെ താഴെ നിന്നിട്ട് ആ ജബലുൻ നൂറിലേക്ക് ഒന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മെർക്കുറി ലൈറ്റ് ആ പർവ്വതത്തിലേക്ക് അടിക്കുന്നത് പോലുള്ള ഒരു പ്രതീതിയാണ്. എപ്പോഴും പോകുന്നവരായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു പൊലിപ്പിന് വേണ്ടി പറയൊന്നുമല്ല. ഇതെല്ലാം നേരിട്ട് റഅയ്തു ബിഐനയ്യ കണ്ടതാണ്. അവിടെ പാകിസ്ഥാനികളെ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നു. ആ എഴുതി വെച്ചിരിക്കുന്നത് വരെ വായിക്കാം. അവിടെ ഒരു വെളിച്ചവും ഇല്ല, വേറെ ലൈറ്റും കൊടുത്തിട്ടില്ല. ആ എഴുതി വെച്ചിരിക്കുന്നത് പോലും വായിക്കാൻ കഴിഞ്ഞു. ജബലുൻ നൂർ, നൂറിന്റെ പർവ്വതം. നൂർ എന്ന പേര് തന്നെ ആ ജബലിന് അല്ലാഹു തആല നൽകിയിരിക്കാൻ. ജബലുൻ നൂർ, പ്രകാശ്. എന്തേ 2 നൂർ അവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്ന നൂറ്, 2 കിതാബ് എന്ന നൂറ്. അവിടെ വന്ന സംഭവമല്ലേ, അന്ന് പ്രകാശിച്ചതാണ്. ഇസ്ലാം മതം സ്വീകരിക്കാനും ബുദ്ധിജീവികൾക്കും യുക്തിവാദികൾക്കും ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. സംസം ഏറ്റവും വലിയ തെളിവാണ്. യുക്തിവാദികൾ പരിശുദ്ധമായ ശരീഅത്തിനെയും ഇസ്ലാമിനെയും കളവാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഈ അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ ഒരു യുക്തിവാദി പറഞ്ഞു, എന്റെ ഉമ്മ മക്കയിൽ പോയി ഉംറ കഴിഞ്ഞ് സംസം വെള്ളം കൊണ്ടുവന്നു. സംസം പോലും, എന്ത് സംസം, ഞാൻ അതുകൊണ്ട് മൂത്രമൊഴിച്ചു കഴുകുന്നു. ആ യുക്തിവാദി എന്തിനാ കഴുകാൻ പോകുന്ന? യുക്തിവാദി കഴുകേണ്ട ആവശ്യമില്ലല്ലോ, തല്ലിക്കുടഞ്ഞിട്ട് എഴുന്നിട്ട് പോലല്ലേ ചെയ്യാം. അപ്പൊ അവൻ കഴുകി എന്തിനാ? അപ്പൊ കഴുകുന്നെന്ന് മനസ്സിലായില്ലേ? മൂത്രമൊഴിച്ച കഴുകണമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതലോകത്തിൽ ഇസ്ലാമിന്റെ മതമേ ഉള്ളൂ. അപ്പൊ ആ പരിശുദ്ധമായ സംസം വെള്ളത്തെ ആക്ഷേപിച്ചു. സംസമിന്റെ മഹത്വം എന്തെന്ന് നമുക്ക് എന്തറിയാം? സംസം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കേവലം ഇവിടെ ഒരു കുപ്പി സംസം വെള്ളം കൊണ്ടുവച്ച് ലേലം വിളിക്കാൻ പറഞ്ഞാല് ആരും വരൂല. ലേലം വിളിക്കാൻ വലിയ താല്പര്യമില്ല അതിനോട്. എന്താ ഈ സംസം? ആ സംസമിനെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ആളുകൾ പോയിട്ട് സംസം കുടിക്കണേ, സംസം കുടിക്കണേ. മക്കളില്ലാത്തവരോട്, രോഗികളോടൊക്കെ പോയി നമ്മൾ പറയും, നിങ്ങൾ മക്കയിൽ പോയിട്ട് സംസം കുടിക്കണം, നല്ല നീയത്തോടെ കുടിക്കണം, വയറ് നിറച്ചു കുടിക്കണം. നമ്മൾ സാധാരണഗതികൾ സംസമിനെ കുറിച്ച് പറയുമ്പോ സംസം വെള്ളം ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി കുടിക്കുന്നുവോ ആ ഉദ്ദേശം അവന് സഫലീകരിക്കപ്പെടും. ആ ഒരൊറ്റ ഹദീസ് മാത്രമാണ് നമ്മൾ ഓതാറുള്ളത്. അല്ല, സംസമിന്റെ ഉറവിടം സ്വർഗത്തിൽ നിന്നാണ്. ഹദീസിലുള്ളതാണ്, സംസമിന്റെ ഉറവിടം സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് പരിശുദ്ധമായ സംസം. അതുകൊണ്ടാണ് അത് നിലയ്ക്കാതെ നിലകൊള്ളുന്നതെന്നും. ഈ അടുത്ത സമയത്ത് ഗവേഷണം നടത്തി. ഭയങ്കരമായ ഊറ്റാണ്, ഭയങ്കരമായ ഊറ്റാണ്. ഗ്യാലൻ കണക്കിന് വെള്ളം ലോകത്തുള്ളവർ കുടിക്കുന്നു, ഒരു കുറവുമില്ല. എന്നാൽ മക്കയിൽ മഴയുണ്ടോ? അതുമില്ല. മക്കയിൽ മഴയുണ്ടോ? അതുമില്ല. എന്നാൽ അടുത്തുള്ള പ്രദേശത്ത് കിണർ കുഴിച്ചാലോ വെള്ളവും കാണുന്നില്ല. ഈ സംസം അത് സ്വർഗത്തിൽ നിന്നാണ് അതിന്റെ ഉറവിടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ഉച്ചിഷ്ടം അല്ലാഹുവിന്റെ റസൂൽ കുടിച്ചതിന്റെ ബാക്കി ആ സംസം വെള്ളത്തിലേക്ക് ഒഴിച്ചൊന്ന് സഹിയായ ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഉതിയ ബിമാഇ സംസം, സംസമിന്റെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു നബി തങ്ങളുടെ മുന്നിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ ശരിബ മിൻഹാ ഫമൽമല സുമ്മ മജ്ജ ഫീഹി. നബി തങ്ങൾ കുടിച്ചു, കൊപ്പിളിച്ചു, അതിലേക്ക് തന്നെ തിരിച്ചു തുപ്പിയിട്ട് അത് സംസമിലേക്ക് ഒഴിച്ചു. ലോകത്തിന്റെ മുത്തായ ഹബീബായ തങ്ങളുടെ ബഖിയത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചതിന്റെ ബാക്കി ഭാഗം, അതിന്റെ അംശം കുടിക്കാൻ ഈ ലോകത്ത് കൊതിക്കാത്ത മനുഷ്യനാര്? അതാണ് സംസമിന്റെ മഹത്വം.
അള്ളാന്റെ റസൂൽ കുടിച്ചതിന്റെ ബാക്കിയാണ്, അതാണ് ഞാൻ കുടിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പരിശുദ്ധ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ പൂമുഖത്ത് കൊണ്ടുപോയി 3 പ്രാവശ്യം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു. കീറി ഹാർട്ട് പുറത്തേക്കെടുത്തു. ഇന്നലെ അല്ലേ ഹാർട്ട് ഓപ്പൺ സർജറി കണ്ടുപിടിച്ചത്? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് ആ ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിച്ച വെള്ളം സംസം വെള്ളമാണ്. സംസം വെള്ളമാണ്, മിനറൽ വാട്ടർ ഒന്നുമല്ല, നമ്മുടെ തോട്ടിലും ആറ്റിലും കിടക്കുന്ന വെള്ളമൊന്നുമല്ല. ആ സംസം വെള്ളത്തിന്റെ മഹത്വം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി തങ്ങളുടെ ഹൃദയത്തെ കഴുകി ശുദ്ധിയാക്കാൻ സംസം വെള്ളം അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുത്തത്. ഇത്രയും മഹത്വം പോരെ സംസമിന്റെ മഹത്വം? ഇതിൽ കൂടുതൽ ഇപ്പൊ വേറെ എന്താ മഹത്വം വേണ്ടത്? ഇവിടെ ഒരു കുപ്പി സംസം വെള്ളം കൊണ്ടുവച്ച ഒരു മനുഷ്യന്മാർ ലേലം പിടിച്ചെടുക്കാൻ വലിയ പാടാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വെള്ളമാണ്. ഏത് രോഗം വന്നാലും എന്ത് പ്രശ്നം വന്നാലും സംസം ആ നീയത്തോടു കൂടി നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, നമ്മൾ കുടിക്കണം. സംസം വെള്ളം ഇതൊക്കെ പരിശുദ്ധമായ കഅബയിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ്. ഇവിടുത്തെ വലിയ മഹത്വങ്ങൾ, ധാരാളം മഹത്വങ്ങളെ കൊണ്ട് പോട്ടെ. അപ്പൊ രണ്ടാമത് ഹിദായത്ത് കിട്ടാനുള്ള വഴി എന്താണ്? നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് 24,000-ഓളം പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ടാണ് ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുത്തത്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമല്ല. ആരാ ജിബ്രീല്? റമളാൻ മാസത്തിൽ തറാവീഹ് 30 നമസ്കരിപ്പിച്ച ഉസ്താദ് പെരുന്നാൾ കഴിഞ്ഞ പാടെ ജനങ്ങൾ പോയിട്ട് മുസാഫഹത്ത് ചെയ്ത് കെട്ടിപ്പിടിക്കും. 10 രൂപയും കൊടുക്കും, ഒരു 250 രൂപയുടെ പിടുത്തവും പിടിക്കും. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പോയി നമ്മൾ പോയി സ്കാൻ ചെയ്യണം. അപ്പൊ കിട്ടിയ പൈസ മൊത്തം സ്കാനിങ്ങിന് കൊടുക്കാനാണ് ഉള്ളത്. സംഭവം ഒരു വല്ലാത്ത പിടുത്തമാണ്. ദേഷ്യമുള്ള ഉസ്താദന്മാരോട് ദേഷ്യമുള്ളവരൊക്കെ ദേഷ്യം തീർക്കുന്ന 2 സമയത്താ. ഒന്ന് മരിച്ചാൽ മയ്യത്ത് കുളിപ്പി ഇടിച്ചങ്ങോട്ട് കുളിപ്പിക്കും. പഹയനെ ഹയാത്തോടെ ഇടിക്കാൻ പറ്റില്ല, മാരിപ്പിക്കൽ 2 കയറ്റി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് ഇടിക്കുന്ന ഇടി ഈ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വിടത്തില്ല. കിടക്ക കൊടുക്കുമെന്നൊക്കെ വാരിയല്ലേ പൊട്ടുന്ന സൗണ്ട് വെക്കും, എന്നാലേ വിടുള്ളൂ. അപ്പൊ അടുത്തിരിക്കുന്ന ആൾ വിചാരിക്കും ഉസ്താദിനോട് ഇത്ര മഹബത്തുള്ള ആളോ, എടാ ഇവ ഉസ്താദിനെ ചീത്ത വിളിച്ചു നടന്നിട്ടാണ് ഇത്ര മഹബത്ത. മഹബത്തല്ല മോനെ, മഹബത്തല്ല മോനെ, നമ്മളെ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അങ്ങനെ പിടിക്കാൻ പറ്റിയ എന്നിട്ട് കൊടുക്കുന്ന 10 റുപ്യ നമ്മൾ നോക്കുന്നില്ലല്ലോ. ഞാൻ ചിന്നക്കടയിൽ ജോലി കൊണ്ടിരിക്കുമ്പോൾ ലോട്ടറിക്കെതിരെ സംസാരിച്ചപ്പോൾ എനിക്ക് പെരുന്നാൾ ലോട്ടറി കൊണ്ട് തന്ന ഒരാൾ അറിഞ്ഞില്ല. നമ്മൾ പൈസ ഒക്കെ എണ്ണിയപ്പോൾ ലോട്ടറി ടിക്കറ്റ് ഇരിക്കുന്നത്. എന്താ ഇന്നായിരിക്കട്ടെ, എപ്പോഴും കുറ്റം പറഞ്ഞല്ല, എന്നാ ഇത് തന്നെ ഇരിക്കട്ടെ. ഇയാൾക്കെന്ന് ആരാ നമുക്കൊന്നും അറിയില്ല സംഭവം. നമ്മളിത് നോക്കുന്നില്ല. മുസാഫാത്ത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മേടിച്ച് പോക്കറ്റ് തിരികല്ലേ. അവസാനം റൂമിൽ കൊണ്ടുപോയി എല്ലാം കൊണ്ട് തട്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് ബമ്പർ അടിച്ചോട്ടെ എന്നുള്ള സംഭവം. ഇപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് അതിനായിട്ട് പറയാമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 550 ചിറകുകളല്ല, 550 ചിറകുകൾ. ആ 550 ചിറകുകളിലെ ഒരു ചിറക് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിന്റെ തുമ്പ് കൊണ്ടാണ് സംസം കിണർ തോണ്ടിക്കൊടുത്തത്. നമ്മളൊക്കെ പറയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ചാണ് സംസം ഉണ്ടായെന്ന്. ആ കാലിട്ടടിച്ച അതേ സ്ഥലത്ത് അള്ളാന്റെ തീരുമാനപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചിറക് വെച്ച് തോണ്ടിക്കൊടുത്തു. അങ്ങനെയാണ് സംസം ഉണ്ടായത്. അപ്പൊ നമ്മളങ്ങനെ കേട്ടത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കും. എല്ലാത്തിനോട് സബബ് വേണ്ടേ? അപ്പൊ അതിലൂടെയാണ് സംസം ഉണ്ടായത്. പോട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 550 ചിറകുകളുണ്ട്. ആ 550 ചിറകുകൾ വന്ന് കെട്ടിപ്പിടിക്കും. ആലോചിച്ച് നോക്ക്, 550 ചിറക്. അല്ലാഹുവേ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കളെ ചോദിക്കുകയാണ്, ഹൽ തുഹിസ്സു ബിൽ വഹി, നബിയെ വഹി വരുമ്പോൾ അങ്ങറിയോ ഹബീബേ? ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം, ഞാൻ അതറിയും സഹാബ. അസ്മഉ സലാസില, ചങ്ങലകളുടെ ശബ്ദം ഞാൻ കേൾക്കുകയും ആ സമയത്ത് ഞാൻ നിശബ്ദനായിരിക്കും സഹാബ. അങ്ങനെ ജിബ്രീൽ എന്നിലേക്ക് കടന്നു വന്ന് മടങ്ങിപ്പോകുന്നത് വരെ ഞാൻ ധരിച്ചു പോകും, അല്ലാ എന്റെ കാര്യം ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോകുമോ, ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചു പോകുമോ, അത്രത്തോളം വേദനയും പ്രയാസവുമാണ് സഹാബ. തങ്ങൾ പറയാണ്, വഹി വരുന്ന സമയത്ത് വിഷമമായി പറയുന്നത്. നമുക്കൊക്കെ വിശാലമായിട്ട് മൊബൈൽ ഇങ്ങോട്ട് എടുക്കുക, സൂറത്ത് കൗഫ് വേണോ, വെറ്റലയ്ക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഒരൊറ്റ തോണ്ടല്, സൂറത്തുൽ കൗഫ് എത്തി. സൂറത്തുൽ മുൽക്ക് വേണോ, അടുത്തൊരു തോണ്ടല്, ഇങ്ങോട്ട് തോണ്ടി തിന്ന് പരിചയമുള്ള നമുക്ക് തോണ്ടിയാണ് ഖുർആൻ നമ്മൾ എടുക്കുന്നത് മൊബൈലിനകത്തൂടെ.
അതങ്ങനെ നീട്ടിയെടുക്കുന്നത്. പള്ളിയിൽ വന്നിരുന്ന് നമ്മൾ ഖുർആൻ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതാൻ വന്നിരുന്നാലും പള്ളിയിൽ ഇരിക്കുന്ന എടുക്കൂല, മൊബൈലിനകത്ത് വെച്ച് നോക്കുള്ളൂ. മൊബൈലിനകത്ത് നമ്മൾ നോക്കുള്ളൂ, ഖുർആൻ ഓതുള്ളൂ. എന്താ ഹുർമത്ത്? ഒരു ഹുർമത്തുമില്ല. ഖുർആൻ അതിന്റെ മുസ്ഹഫ് തന്നെ എടുത്തു വെച്ചോദണം, എന്നാലേ അതിൽ ഹുർമത്തുള്ളൂ. നമുക്ക് ഓരോന്നിനും ഓരോ ബർക്കത്തുകളുണ്ട്. ബഹുമാനപ്പെട്ട നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിലേക്ക് ഒരു സമയം വഹീയുമായിട്ട് വരുമ്പോ ഞാൻ ധരിക്കും, പടച്ചവനെ എന്റെ റൂഹ് ഇപ്പൊ തന്നെ പോകും, അത്രയ്ക്കും പ്രയാസമാണ്. നബിയന റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹബീബായ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ യൗമിൽ ശദീദിൽ ബർദി, ഭയങ്കരമായ കൊടും തണുപ്പുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുകയാണ്. ആ സമയത്ത് വഹി വരുമ്പോ ഫഇന്നഹു ലയഫ്സിമു ജമീനഹു, നബി തങ്ങളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് ഒഴുകുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. വിയർപ്പ് ഒഴുകും കൊടും തണുപ്പില്. ഗൾഫിലെ തണുപ്പ് നമ്മൾ ഇവിടുത്തെ തണുപ്പ് പോലെ ഒന്നല്ല. ഒന്ന് ചോദിച്ചു നോക്ക്, 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് മൂത്രം ഒഴിക്കുള്ളൂ. മൂത്രം എല്ലാം വരണ്ടേ? എവിടെ കൊണ്ടിട്ട് ഒഴിക്കാനാ സംഭവം? എല്ലാം 0 ഡിഗ്രി ആയിട്ടിരിക്കുകയാണ് സാധനം. പിന്നെ അതിനകത്ത് മൂത്രം ഒഴിക്കാൻ പറ്റൂല. അപ്പൊ അത്രയ്ക്കും തണുപ്പാണ്, കൊടും തണുപ്പ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്ന സമയമാണ്. ജിബ്രീൽ വരുന്ന സമയത്ത് പോലും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി തങ്ങളുടെ നെറ്റിത്തടം വിയർപ്പിൽ കുളിച്ചത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. അത്രയ്ക്കും കടുപ്പമാണ് വഹി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി വഹി എന്ന് പറയുമ്പോ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖീ عليك قولا ثقيلا إنا سنلقي عليك قولا ثقيلا. ثقيലായ ചില വാക്കുകളാണ്, കടുപ്പമേറിയ കട്ടിയുള്ള ഭാരമുള്ള വാക്കുകളാണ് നബിയെ ഞാൻ അങ്ങേക്ക് ഇറക്കാൻ പോകുന്നത്, അയക്കാൻ പോകുന്നത്. ഭാരമേറിയതാണ്. നമുക്ക് വല്ല ഭാരമുണ്ടോ? പോക്കറ്റിൽ കൊണ്ട് നടക്കാണ്, കയ്യിൽ കൊണ്ട് നടക്കാണ്, തൂക്കി കൊണ്ട് നടക്കാണ്. എന്ത് ഭാരം നമുക്ക്? ഖുർആൻ ഇത്ര വലിയ ഭാരമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഹാബാക്കൾ പറയുന്നു, ഹബീബായ തങ്ങൾ ഒട്ടകത്തിന്റെ മുകളിലേക്ക് ഇരിക്കുന്ന സമയത്ത് വഹി വരുമ്പോ വളഅത് ജിറാനഹാ, ആ ഒട്ടകത്തിന്റെ വയറ് ഭൂമിയിലേക്ക് സ്പർശിക്കുമത്രേ. ഒട്ടകത്തിന് ചലിക്കാൻ കഴിയുകയില്ല. ആ വഹി വന്ന് നിലയ്ക്കുന്ന സമയം വരെ ഒട്ടകത്തിന്റെ വയറ് ഭൂമിയിലേക്ക് തട്ടി നിൽക്കുമത്രേ. വഹി ഇറങ്ങി വരുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്താണ് വഹി വരുന്നതെങ്കിൽ അതങ്ങോട്ട് താഴുവെന്ന് ഒട്ടകം ഭാരം. ഇന്നാ സനുൽഖീ അലൈക ഖൗലൻ സഖീലാ. അത്രയ്ക്കും ഭാരമുള്ള സാധനമാണ് അങ്ങോട്ട് ഇറക്കി തരുന്നത്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ഈ ഖുർആൻ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് മലകളോട് ചോദിച്ചത്, ആകാശങ്ങളോട് ചോദിച്ചത്, ഭൂമിയോട് ചോദിച്ചത്. ഇന്നാ عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان. പടച്ച തമ്പുരാൻ ഈ അമാനത്ത് എന്ന് പറയുന്ന ഈ ഖുർആനിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു ആകാശങ്ങളോട് ചോദിക്കുകയാണ്. 7 ആകാശങ്ങളോടും 7 ഭൂമികളോടും ആ ഭൂമികളെ താങ്ങി നിർത്തിയിരിക്കുന്ന പർവ്വത സാനുക്കളോടും ഈ അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ
വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. അല്ലാഹുവേ സാധ്യമല്ല അല്ലാ, സാധ്യമല്ല അല്ലാ. ആകാശങ്ങൾ ഏറ്റെടുക്കാത്ത അമാനത്ത്, ഭൂമികൾ ഏറ്റെടുക്കാത്ത അമാനത്ത്, പർവ്വത സാനുക്കൾ ഏറ്റെടുക്കാത്ത അമാനത്ത് ആരാണ് ഏറ്റെടുത്തത്? വഹമലഹൽ ഇൻസാൻ. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും, ഈ ചെറുസംഘം, ഈ 160 കോടിയോളം വരുന്ന ലോകത്തെ മുസൽമാൻ, ഈ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന അമാനത്ത് ഏറ്റെടുത്തവർ നമ്മളാണ്, നമ്മളാണ്. ആകാശങ്ങൾ വിസമ്മതിക്കുകയാണ്, സാധ്യമല്ല അല്ലാ, സാധ്യമല്ല അല്ലാ. ഭൂമികളും വിസമ്മതിക്കുകയാണ്, കഴിയില്ല പടച്ചവനെ, കഴിയില്ല അല്ലാ. അതല്ലേ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്തിൽ അല്ലാഹു പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ ഏതെങ്കിലും മലകളുടെ മുകളിലേക്ക് ഇറക്കിയാൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഏതെങ്കിലും പർവ്വതങ്ങളുടെ മുകളിലെങ്ങാനും ഈ ഖുർആൻ അല്ലാഹു ഇറക്കിയിരുന്നെങ്കിൽ ആ പർവ്വതങ്ങളോ ഭയത്താൽ, ഭയവിഹ്വലതയാൽ അല്ലാഹുവിനോടുള്ള ഈ അമാനത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ വിഷമിച്ചുകൊണ്ട് പർവ്വതങ്ങൾ പോലും തവിട് പൊടിയായി പോകുമത്രേ. അങ്ങനെ തവിട് പൊടിയാകുന്നത് നബിയേ അങ്ങേക്ക് കാണാം. അതാണ് ഖുർആൻ, അതാണ് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ആ ഖുർആനെ നമുക്ക് പരിചയപ്പെടുത്തിയ തങ്ങളാരാണ്? നബിയുന റസൂലുള്ളാഹി. ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഹാദി റസൂലുള്ളാഹ്, നബിയുന റസൂലുള്ളാഹി തങ്ങളാണ്, ഹബീബായ തങ്ങളാണ്. ഹിദായത്ത് കിട്ടാനുള്ള മൂന്നാമത്തെ വഴി, ഹിദായത്ത് കിട്ടാനുള്ള മൂന്നാമത്തെ വഴി പരിശുദ്ധമായ ഖുർആൻ. അതാണ് വിജയത്തിന്റെ വിളക്കുമാട്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ الذين يعملون الصالحات وأن لهم أجرا كبيرا. പരിശുദ്ധമായ ഈ ഖുർആൻ ലോകത്തിന് മുഴുവനും ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്, വിജയത്തിന്റെ വിളക്കുമാടമാണ്, ലോകത്തിന്റെ വഴികാട്ടിയാണ്. വിപ്ലവത്തിന്റെ നായകന്റെ നാവിലൂടെ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത കെടാവിളക്കാണ് ഖുർആൻ. ആരാണോ നന്മയെ ആഗ്രഹിക്കുന്നത്, ആരാണോ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കൊതിക്കുന്നത്, അവർക്ക് സന്മാർഗത്തിന്റെ പാത തെളിച്ചു കൊടുക്കുകയും അവരെ സച്ചരിതരായ വഴികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ വിളക്കാണ് പരിശുദ്ധമായ ഖുർആൻ. ഹിദായത്ത് കിട്ടാനുള്ള മൂന്നാമത്തെ വഴി ഖുർആൻ. ഒന്ന് കഅബ, രണ്ട് നബി, മൂന്ന് ഹിദായത്ത്. അല്ല, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിച്ചെങ്കിലേ ഹിദായത്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഹിദായത്ത് ഒന്നും കിട്ടൂല. ഇല്ലെങ്കിൽ ഹിദായത്ത് കിട്ടില്ല. എങ്ങനെ ഹിദായത്ത് കിട്ടും? ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തവൻ എങ്ങനെയാണ് ഹിദായത്ത് കിട്ടുക? അന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജമഅല്ലദീന ഖറഉ അൽ ഖുർആൻ വഹും മിൻ ഖരീബിൻ 300. ആ കാലഘട്ടത്തിൽ ഖുർആൻ പഠിച്ച 300ഓളം ഹാഫിളുകളെയും ആലിമീങ്ങളെയും അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ആ കാലഘട്ടത്തിൽ ഖുർആൻ പഠിച്ച 300ഓളം ഹാഫിളുകളെ, ആലിമീങ്ങളെ ഇതേപോലെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം പ്രഭാഷണം നടത്തി. ഫഅല്ലമൽ ഖുർആൻ യാ മഅശറൽ ഖുർആൻ ഫത്തബിഊ അൽ ഖുർആൻ. ഖുർആൻ പഠിച്ചവരെ, ഖുർആൻ കേൾക്കുന്നവരെ, ഖുർആനിന്റെ പ്രചാരകരെ, ഖുർആനിന്റെ പ്രഭാഷകരെ, ഫത്തബിഊ അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണമേ. ഫഇന്ന മൻ ഇത്തബഅൽ ഖുർആൻ
ആരെങ്കിലും ഖുർആനിനെ പിൻപറ്റിയാൽ ഹുദിയ ബിഹി ഇലാ റിയാളിൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന വഴിയാണ്, വിജയത്തിലേക്ക് അവനെ നയിക്കുന്ന വിളക്കുമാണ്. റിയാളുൽ ജന്നയിൽ പോകണോ ഖുർആനിനെ പിൻപറ്റണമേ. ഇന്നൽ ഖുർആന കായിനുൽ ലക്കും അജ്റാ വകായിനുൽ ലക്കും ദുഖറാ. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തീർച്ചയായും ഖുർആൻ ഒന്നുകിൽ നിങ്ങൾക്ക് കൂലി വാങ്ങി തരുന്ന ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾക്കതൊരു നിക്ഷേപ സമ്പത്താ. ഇത് രണ്ടും ലഭിക്കുന്നില്ലയോ കായിനുൽ ലക്കും വിസ്റാ, നാളെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വർഷങ്ങളായി, വയസ്സ് 40-ആയി 50-ആയി 60-ആയി, മരിക്കാറായി, ഖബറിലേക്ക് കാല് നീട്ടാൻ സമയമായി. 6000-ൽ പരമായത്തിറങ്ങിയിട്ട് 1400 വർഷങ്ങളാകുന്നില്ലേ? ഈ ഖുർആൻ നിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതി പൂർത്തിയാക്കിയിട്ടുണ്ടോ? മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം യുവതികളെ, കച്ചവടത്തിന് വേണ്ടി സമയങ്ങൾ ചെലവ് ചെയ്യുന്നവരല്ലയോ നാം? ജീവിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം താണ്ടി യാത്ര ചെയ്യുന്നവരാണ് നാം, ഉറക്കമിളക്കുന്നവരാണ് നാം, പകലില്ലാതെ കഷ്ടപ്പെടുന്നവരും പരിശ്രമിക്കുന്നവരുമാണ് നാം. ശരീരത്തിന് ആരോഗ്യം കൂട്ടാൻ മണിക്കൂറുകളോളം ഹൈവേയിലൂടെ ബൈപ്പാസിലൂടെ ഓടുന്നവരാണ് നാം. നിന്റെ വീട്ടിന്റെ അലമാരയിൽ ഇരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ അത് നിന്നെ പ്രാവുകയല്ലേ? അത് നിന്നെ ശപിക്കുകയല്ലേ? നീയും നിന്റെ കുടുംബവും ഈ ഖുർആൻ വീട്ടിൽ വെച്ചിട്ട് മാസങ്ങളായി, വർഷങ്ങളായി, ഒരിക്കലെങ്കിലും അത് മുഴുവനും ഒന്ന് ഓതി തീർന്നിട്ടുണ്ടോ? ഓതാതെ മരിച്ചു പോകരുതേ, മരിച്ചു പോകരുതേ. നാളെ ഖുർആൻ നിനക്കെതിരെ സാക്ഷി പറയും. സാധ്യമല്ല, സാധ്യമല്ല. ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് നോക്കണ്ട. ഖുർആൻ മുഴുവനും ഒരിക്കലെങ്കിലും നിന്റെ ജീവിതത്തിൽ ഓതി തീർക്കാതെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകരുതേ. അങ്ങനെ പോയാൽ കായിനുൽ ലക്കും വിസ്റാ, ആ ഖുർആൻ നിനക്ക് നാളെ ഒരു ഭാരമായിരിക്കും. ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, നമുക്ക് ഓതാൻ അറിയില്ല എന്ന് പറയരുത്, നെറ്റ് എടുക്കാൻ അറിയാം. ഏത് ബാക്ക് കച്ചവടക്കാരനും, ഏത് വെച്ചോണി കച്ചവടക്കാരനും, ഏത് പ്ലാറ്റ്ഫോമിൽ കച്ചവടം ചെയ്യുന്നവനും അവൻ കച്ചവടത്തിന്റെ ഇടയ്ക്ക് വാട്സപ്പ് നോക്കുന്നതാണ്. എവിടെ നിന്ന് കിട്ടി? എത്രാം ക്ലാസ്സിൽ പഠിച്ചാ നീ വാട്സപ്പ് എടുക്കാൻ പഠിച്ചത്? ഫേസ്ബുക്കിൽ നോക്കുന്നതാണ്, ഷെയർ ചെയ്യുന്ന കാണാം, ഫോർവേഡ് ചെയ്യുന്ന കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു കൊടുക്കുന്നതാണ്. എവിടെ പഠിച്ച്? നാരങ്ങ കച്ചവടക്കാരന് ഇത് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ചീനി കച്ചവടക്കാരന് ഇത് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അവൻ ചീനി കച്ചവടത്തിന്റെ ഇടയിലും അവന്റെ ദുനിയാവിന്റെ കച്ചവടത്തിന്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് എടുക്കുക മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ മാറി മാറി അവൻ മെസ്സേജ് വിടുന്നു, അങ്ങോട്ട് വിടുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു, അങ്ങോട്ട് എടുക്കുന്നു, അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഇത് പഠിക്കാനുള്ള ബുദ്ധിയുണ്ട്. കാൽക്കുലേറ്റർ ഇല്ലാതെ കണക്കുകൾ പറയാനുള്ള ബുദ്ധിയുണ്ട്, മനക്കണക്കിനുള്ള ബുദ്ധിയുണ്ട്, എല്ലാം ബുദ്ധിയുമുണ്ട്. ഒറ്റയ്ക്ക് ഗൾഫിൽ പോകാൻ ബുദ്ധിയുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒന്ന് ഓതി തീർക്കണമെന്ന് ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ബുദ്ധിയില്ലേ? ഒരു ഹദീസ് കൂടെ കേട്ടോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ ഖുർആന ശാഫിഉൻ മുശഫഉൻ ഔ മാഹിലുൻ മുസദ്ദഖുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഖുർആൻ ഒന്നുകിൽ നിനക്ക് നാളെ അനുകൂലമായി സാക്ഷ്യം വഹിക്കുമത്രേ, അല്ലെങ്കിൽ ഖുർആൻ നിനക്ക് നാളെ പ്രതികൂലമായി സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന ഫമൻ ജഅലഹു വറാഅഹു സാഖഹു ഇലൻ നാർ. ആരെങ്കിലും ഖുർആനിനെ മുൻനിർത്തി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആ ഖുർആൻ നിന്നെ തള്ളി സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. മറിച്ച് ഖുർആനിന്റെ ആശയ ആദർശങ്ങൾക്ക് വിപരീതമായിട്ടാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഖുർആൻ നിന്റെ പുറകിലാണ് നിൽക്കുക. കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് ഖുർആനിന്റെ ആയത്തുകളെയും സൂക്തങ്ങളെയും അധ്യായങ്ങളെയും അധ്യാപനങ്ങളെയും
പരിഗണിക്കാതെയാണ് നിന്റെ ജീവിതം നീ നയിക്കുന്നതെങ്കിൽ സാഖഹു ഇലന്നാർ, ആ ഖുർആൻ നിന്നെ തള്ളി നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിൽ ഖുർആൻ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കും, ഇല്ലെങ്കിൽ ഖുർആൻ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. രണ്ടാലൊന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം റളിയല്ലാഹു തആല പറഞ്ഞത് ഫത്തബിഉൽ ഖുർആൻ, ഖുർആനെ നിങ്ങൾ പിൻപറ്റേ. ഫഇന്ന മനിത്തബഅൽ ഖുർആന ഹുദിയ ബിഹി ഇലാ റിയാദിൽ ജന്ന. ഖുർആനിനെ ആര് പിൻപറ്റുന്നു, ഖുർആൻ നിന്നെ സ്വർഗ്ഗത്തിൽ എത്തിക്കും. മറിച്ച് വമനിത്തബഅഹുൽ ഖുർആൻ, ഇനി ഖുർആനാണ് ഒരാളെ പിൻപറ്റുന്നതെങ്കിൽ, അതായത് നമ്മൾ മുന്നിലും ഖുർആൻ പിന്നിലുമാണെങ്കിൽ, സഖബിഹി വഖദഫഹു ഫിന്നാർ, അവന്റെ കുത്തിനു പിടിച്ച് ആ ഖുർആൻ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. നഊദു ബില്ലാഹ്, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവന്റെ കുത്തിന് കയറി പിടിക്കും ഖുർആൻ, എന്നിട്ട് യാ അല്ലാഹ് നരകത്തിലേക്ക് പോ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. കാരണം വളരെ സ്പഷ്ടമായിട്ട് ഖുർആനിൽ പഠിപ്പിച്ചിട്ട് അതിന് വിപരീതം നീ പ്രവർത്തിച്ചവനല്ലേ, അല്ലേ? വിപരീതം പ്രവർത്തിച്ചവനല്ലേ? അറിയില്ല, പഠിച്ചില്ല എന്ന് പറയാൻ അവകാശമല്ലോ. എന്തുകൊണ്ട് പഠിച്ചില്ല? ബാല് സംഘടിപ്പിച്ചല്ലോ, ഖുർആന്റെ സദസ്സ് സംഘടിപ്പിച്ചല്ലോ, മിമ്പർ മിഹ്റാബുകൾ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ഖുർആനോടുള്ള ഹക്ക് നീ നിറവേറ്റിയില്ല? നാളെ ചോദ്യം വരുമ്പോൾ അവിടെ വിറയ്ക്കുകയാണ്. റബ്ബനാ അബ്സറനാ വസമിഅനാ ഫർജിഅനാ. പടച്ചവനെ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല അല്ലാ, ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കി അല്ലാ. ഇന്ന് അറിഞ്ഞു പടച്ചവനെ, മനസ്സിലാക്കി പടച്ചവനെ. ഫർജിഅനാ, ഒന്ന് മടക്കുമോ നാദാ, നിഅമൽ സാലിഹാ, ഇനി ഒരു തെറ്റിലേക്കും പോവില്ല നാദാ, ഒരു ഹറാമായ സമ്പാദ്യത്തിനും അടിമപ്പെടില്ല അല്ലാ, നിനക്ക് നിരക്കാത്തതും ഇഷ്ടപ്പെടാത്തതുമായ ഒരു പ്രവർത്തിക്കും കൂട്ടു നിൽക്കില്ല അല്ലാ. നിഅമൽ സാലിഹാ, ഇനി നന്മ മാത്രം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇന്നാ ലമൂഖിനൂൻ, ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അല്ലാ, തറപ്പിച്ചു പറയുന്നു അല്ലാ, ഇനി നിനക്കെതിരെ ഒന്നും ഞങ്ങൾ പ്രവർത്തിക്കില്ല അല്ലാ, ഈ ഖുർആനിനെതിരെ ഞങ്ങൾ ജീവിക്കില്ല അല്ലാ. ആഖിറത്തിൽ പോയിട്ട് നടക്കോ? ആഖിറത്തിൽ പോയിട്ട് പറയാ എന്ത് ഫായിദ, എന്ത് ഫായിദ? ആഖിറത്തിൽ പോയിട്ട് സമയം കഴിഞ്ഞല്ലോ, അവിടെ ഒരാളുടെയും ഉദ്ർ ഏറ്റെടുക്കുകയില്ല, ഒരാളുടെയും അവിടുത്തെ ദുരവസ്ഥ അവിടെ അല്ലാഹ് ഏറ്റെടുക്കുകയില്ല, ഒരാളുടെയും പരാതി അല്ലാഹ് സ്വീകരിക്കുകയില്ല. അതൊക്കെ ദുനിയാവിൽ നീ എത്ര തെറ്റ് ചെയ്താലും റബ്ബിനോട് ചോദിച്ചോ, തീർച്ച അല്ലാഹ് മാപ്പ് ചെയ്തു തരും, തീർച്ച മാപ്പ് ചെയ്തു തരും. ദുനിയാവിൽ തെറ്റ് ചെയ്ത് അല്ലാഹുവോട് മാപ്പ് ചോദിച്ചാൽ മാപ്പ് ചെയ്തു തരും. പക്ഷെ ആഖിറത്തിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പ്ലീസ് അല്ലാഹ്, പ്ലീസ് അല്ലാഹ്, അലഖ്സഹു ഫിഹാ വലാ തുകല്ലിമൂൻ, അലഖ്സഹു ഫിഹാ വലാ തുകല്ലിമൂൻ. മിണ്ടിപ്പോകരുത്, മിണ്ടിപ്പോകരുത്. സംസാരിക്കേണ്ട സമയമൊക്കെ ദുനിയാവും, ഇവിടെ അനുഭവിക്കേണ്ട സമയമാണ്. നിന്ദ്യനും നികൃഷ്ടനുമായി നരകത്തിലേക്ക് വയ്ക്കും. നഊദു ബില്ലാഹ്, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആന്റെ ബർക്കത്തുണ്ട്, സദസ്സിന്റെ ബർക്കത്തുണ്ട്, ഈ റബീഇന്റെ രാവിന്റെ ബർക്കത്തുണ്ട്. അല്ലാഹു തആല നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. പോയില്ലേ സംഭവം? ഖുർആനാണ് ഹിദായത്തിന്റെ വഴി. പാപ്പ, ഉമ്മ, മാതാപിതാക്കളെ, മക്കളെ നല്ല പഠിപ്പിക്കാറുണ്ട്. BA പഠിപ്പിച്ചു, MA പഠിപ്പിച്ചു, MBBS പഠിപ്പിച്ചു, MTech പഠിപ്പിച്ചു, MSc പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. മോനെ സൂറത്ത് യാസീൻ ഓതു മോനെ, ആ ഖുർആൻ എടുക്കണം. സൂറത്തുൽ വാഖിഅ ഓതു മോനെ, ഖുർആൻ എടുക്കണം. സൂറത്ത് ദുഖാൻ ഓതു മോനെ, ഖുർആൻ എടുക്കണം. സൂറത്തുൽ മുൽക്ക് ഓതു മോനെ,
അതൊന്നും അറിയില്ല ഉപ്പിച്ച, എനിക്ക് ഒരുപാട് ടെസ്റ്റ് എഴുതാനുണ്ട്, എസ് എ എഴുതാനുണ്ട്, CI എഴുതാനുണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും അറിയില്ല ഉപ്പിച്ച. ആവശ്യമില്ലാത്തൊന്നും പറയില്ല. എനിക്ക് ആകെ ഒന്നാമത് തലയ്ക്ക് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഖുർആൻ ഓതാൻ പറയുന്നത്, ഖുർആൻ ഓതാൻ എന്തായാലും വാപ്പ മരിക്കുമ്പോൾ ഖുർആൻ എടുക്കും, അത് ഉറപ്പാണ്. മക്കള് ഖുർആൻ ഓതണമെങ്കിൽ വാപ്പ മരിക്കണം, അല്ല പിന്നെ ഖുർആൻ എടുക്കൂലല്ലോ. സംഭവം ഖുർആൻ എടുക്കൂലല്ലോ. നമ്മുടെയൊക്കെ താത്താമാരൊക്കെ വീട്ടിൽ ഖുർആൻ എടുക്കുമ്പോൾ തുറന്ന ഉടനെ വരുന്ന യാസീന. കാരണം എന്താ? അത് എടുത്തെടുത്ത് അടയാളം വേണ്ടിയിരിക്കുകയാണ് സംഭവം. ഖുർആൻ ഒന്ന് തുറന്നാൽ തന്നെ വരുന്ന യാസീന. ആ യാസീനകത്ത് മൊത്തം അഴുക്കുക. ഈ വിരലിങ്ങനെ വെച്ച് ഭയങ്കര അഴുക്കുക. തുറന്നങ്ങനെ കൊണ്ട് തുറക്കുക, അപ്പോഴേ ഖുർആൻ സൂറത്ത് വരുന്നത്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്നത്തെ ദിവസം പരിശുദ്ധമായ സൂറത്തു ദുഖാൻ ഓതിയാൽ അല്ലാഹു അവനെ നരകത്തിലിടൂല എന്നാണ്. സൂറത്തു ദുഖാൻ ആരെങ്കിലും സൂറത്തു ദുഖാൻ ഓതിയാൽ വെള്ളിയാഴ്ച രാവിൽ ഉജീറ മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ, നരകത്തിന്റെയും ഖബറിന്റെയും ശിക്ഷയിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. എപ്പോ? പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ സൂറത്തു ദുഖാൻ ഓതിയാൽ. ആമീൻ വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ റഹ്മതൻ മിൻ റബ്ബിക ഇന്നഹു വസ്സമീഉൽ അലീം എന്ന് തുടങ്ങുന്ന ആ സൂറത്തു ദുഖാൻ ഇന്ന് ഓതിയാൽ, എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ നരകത്തിൽ പോവില്ല, ഉറപ്പാണ്. ഇന്ന ശജറത സഖൂം തആമുൽ അസീം കൽമുഹൽ യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം ഖുദൂഹു فاعتلوه إلى صراط الجحيم. നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ചും നരകത്തിന്റെ ഭക്ഷണത്തെ കുറിച്ചും നരകത്തിലെ മുള്ളുകളെ കുറിച്ചും അല്ലാഹു ചർച്ച ചെയ്യുന്ന സൂറത്താണ് ദുഖാൻ. അതേപോലെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ സന്തോഷിപ്പിക്കുന്ന സൂറത്താണ് ദുഖാൻ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ആരെങ്കിലും സൂറത്തു ദുഖാൻ വെള്ളിയാഴ്ച രാവ് ഓതിയാൽ ഉജീറ മിൻ അദാബിൻ നാർ, നരകത്തെ തൊട്ട് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വെള്ളിയാഴ്ച ഓതണം. വെള്ളിയാഴ്ച രാവ് ഇന്ന് ഓതിട്ടേ കിടക്കാവൂ. അങ്ങനെങ്കിലും ഒരു ചാൻസ് സ്വർഗത്തിൽ പോകാൻ. അല്ല വേറെ എന്താ ഉള്ളത്? മനസ്സിലായി? സൂറത്തുൽ മുൽക്കൊക്കെ രാത്രി ഓതിട്ട് കിടന്നാൽ ഖബറിന്റെ ശിക്ഷ ഉണ്ടാവൂല. സൂറത്തുൽ മുൽക്ക് ഓതിട്ട് കിടന്നാൽ. സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ ഒരു സൂറത്ത്, 5 ആയത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് രാത്രി നിങ്ങളെല്ലാം ഇതൊക്കെ ഓതിയിട്ടേ കിടക്കാവൂ. ഇനിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഓതിട്ട് കിടക്കണം. സൂറത്തുൽ മുൽക്ക് ഓതിട്ട് കിടക്കണം. ഖബറിന്റെ അദാബുകളെ തൊട്ട് അല്ലാഹു രക്ഷപ്പെടുത്തും. സൂറത്തുൽ മുൽക്ക്, സൂറത്ത് ഹമീം സജദ, സൂറത്ത് ദുഖാൻ, സൂറത്തുൽ വാഖിഅ ഒക്കെ രാത്രി ഓതിട്ട് കിടക്കണം. രാവിലെ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കഹ്ഫ്, സുബഹി കഴിഞ്ഞ പാടെ ഒരു 3 യാസീനും സൂറത്തുൽ കഹ്ഫും, അല്ലെങ്കിൽ ഒരു യാസീനും സൂറത്തുൽ കഹ്ഫും നിർബന്ധമായിട്ട് നിങ്ങൾ ഓതണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ചെറിയൊരു സൂറത്ത് അല്ലാഹു പരിചയപ്പെടുന്നു, സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ചെറിയ 5 ആയത്ത്, ചെറിയ സൂറത്ത്. എന്താ അതിന്റെ മഹത്വം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅഹാ 3 മററാത്ത് ഉദില ബിഖിറാഅത്തിൽ വഹീ കുല്ലിഹി. ഫാത്തിഹ ഓതുമ്പോൾ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് എന്തിനാ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 3 പ്രാവശ്യം ഓതിയാൽ എന്താണ് അതിന്റെ ഗുണം? ഹബീബായ തങ്ങൾ പറയുന്നു, ഉദില ബിഖിറാഅത്തിൽ വഹീ കുല്ലിഹി, വഹീ മുഴുവനും ഓതി തീർന്നവനെ പോലെയാണ്. അതായത് ഖുർആൻ മുഴുവനും ഓതി പൂർത്തീകരിച്ചവനെ പോലെയാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം പാരായണം ചെയ്താൽ എത്ര വലിയ ഭാഗ്യം. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതി പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ ഓതിയവനെ പോലെ.
വമൻ ഖറഅഹാ 30 മറ ലം യഫ്ളുൽ അഹദും മിൻ അഹ്ലി ദുനിയാ യൗമഇദിൻ. ആരെങ്കിലും 30 പ്രാവശ്യം അത് പാരായണം ചെയ്താൽ അന്നേ ദിവസം അവനേക്കാൾ ശ്രേഷ്ഠൻ മറ്റാരുമില്ല. 30 പ്രാവശ്യം ഓതുന്നവൻ അവനാണ് ശ്രേഷ്ഠൻ ആ ദിവസം ആ ലോകത്ത്. വമൻ ഖറഅഹാ 100 മറ ഉസ്കിന മിനൽ ഫിർദൗസ്. നാളെ ആഖിറത്തിൽ ആരെങ്കിലും 100 പ്രാവശ്യം ഓതിയാൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനെ പാർപ്പിക്കുമത്രേ. 100 പ്രാവശ്യം. വമൻ ഖറഅഹാ ഹീന യനാം. ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ നാമ അലാ ഫിറാശിഹി, അവന്റെ വിരിപ്പിൽ അവൻ ചരിഞ്ഞ് വലതു ഭാഗത്തേക്ക് കിടക്കട്ടെ. സുമ്മ ഖറഅഹാ 100 മറ 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് അവൻ ഉറങ്ങട്ടെ. എങ്കിൽ നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇവനെ കാണുമ്പോൾ പറയുമത്രേ, എന്റെ വലതു ഭാഗത്തു കൂടി നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലതു ഭാഗത്തുകൂടി, അള്ളാന്റെ വലതു ഭാഗത്തുകൂടി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കും. വലത് ഇടത്. അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ശിമാൽ മാ അസ്ഹാബുൽ ശിമാൽ. വലതു വശം ഇടത് വശം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ല. വലതു വശം, വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുക. വലതു ഭാഗത്ത്, അള്ളാന്റെ വലതു ഭാഗത്തോടെ ഇങ്ങനെ പോവാ. വലതു ഭാഗത്തിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണന നബിതങ്ങൾ നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഇരിക്കുമ്പോ ആരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുത്താൽ, വെള്ളം കൊടുത്താൽ നബിതങ്ങൾ കുടിച്ചിട്ട് വലതു ഭാഗത്തിരിക്കുന്നവർക്കാ കൊടുക്കുക. അബൂബക്കർ സിദ്ദീഖ് അതുകൊണ്ട് പോയി വലതു ഭാഗത്തിരിക്കും. എപ്പോഴും നബിതങ്ങൾ ഒരു സദസ്സിൽ ഒരു കുട്ടി വന്ന് നബിതങ്ങളോട് ചേർന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുടിച്ചു. എന്റെ ബാക്കി നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, എങ്ങനെ കൊടുക്കുക? അബൂബക്കർ സിദ്ദീഖ് തൊട്ടടുത്തിരിപ്പുണ്ട്, എനിക്ക് തന്നെ നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വലതു ഭാഗത്തിരിക്കുന്നവരെ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അത് കുട്ടികളാണെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെയാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് അബൂബക്കറെ, നിനക്ക് അവകാശമില്ല, ഈ കുട്ടിക്കാണ് ഇതിന്റെ ബാക്കി അവകാശമുള്ളത്. ആ കുട്ടിയോട് ചോദിച്ച് അനുവാദം ഉണ്ടെങ്കിൽ നിനക്ക് തരാം. കുട്ടിയോട് ചോദിച്ചു, മോനെ കുട്ട, തങ്കക്കുടമല്ല, എന്റെ ചക്കരല്ല, ഞാൻ വാങ്ങി കുടിച്ചോട്ടെ. നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഞാൻ തന്നെ കുടിക്കാൻ, നബി തങ്ങൾ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാനാണ് ഞാൻ ഇവിടെ നേരത്തെ വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ കുടിച്ചോളാം. നമ്മുടെ നാട്ടിലത്തെ പിള്ളേരാണെങ്കിൽ പറയും, ഉസ്താദ് കുടിച്ചോ, നമുക്ക് വേണ്ട, ബ്ലീച്ചിങ് പൗഡർ കഴുകിയിട്ട് വേറെ ഗ്ലാസ്സിൽ തന്നാൽ മതി എന്ന് പറയും. ഞങ്ങൾ ഉസ്താദ്മാര് കുടിച്ച് അല്ലെങ്കിൽ തങ്ങന്മാര് കുടിച്ച് ഒരു വർക്കത്തിനെന്നാ കുടിച്ചോ അയ്യേ അത് തുപ്പിയത് നമുക്ക് അങ്ങനെ വെറുതെ തള്ളിക്കളയും. ഉച്ചിഷ്ടമാണെന്നും പറഞ്ഞ് തള്ളിക്കളയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അള്ളാന്റെ റസൂല് കൈയിട്ട് അതിൽ കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുമായിരുന്നു, ബിരീഖത്തി ബഅലിന, നമ്മുടെ തുപ്പലിന്റെ ബർക്കത്ത് കൊണ്ട്. ഹദീസിലുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ ഊതി കൊടുക്കേണ്ടത്. അപ്പൊ ചെറിയ തുപ്പലിന്റെ ഒരു അംശം ആ വെള്ളത്തിൽ വീഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഓതി കൊടുത്തതിന്റെ സഹിയായ ഹദീസുകളും മറ്റു കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് അത് പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്താലുണ്ടാകുന്ന ഗുണം എന്താ? വേറൊരു ഗുണം കൂടെ ഉണ്ട്. വമൻ ഖറഅഹാ ഹീന യദ്ഖുലു മൻസിലഹു, ആരെങ്കിലും തങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ നഫത് അനിൽ ഫഖരി വനഫഅത്തിൽ ജാർ, ദാരിദ്ര്യം മാറിപ്പോകും. ദാരിദ്ര്യം മാറും. അയൽവക്കക്കാർക്ക് ഈ ഖുർആനിന്റെ ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആശ്വാസം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ദാരിദ്ര്യം മാറും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? ഖബർ ഞെരുക്കൂല. ഖബർ അല്ലെങ്കിൽ ഖബർ ഞെരുക്കും. എല്ലാരെയും ഖബർ ഞെരുക്കും. ഖബർ എല്ലാരെയും ഞെരുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ഉഫിയ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ഇല്ലാ ഫാത്തിമത ബിൻത് അസദിൻ. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാളെയും ഖബർ വെറുതെ വിടുകയില്ല സഹാബ. ഫാത്തിമ ബിൻത് അസദ് ഒഴിച്ച് ബാക്കിയുള്ളവരെ ഖബർ വേദനിപ്പിക്കും, ഞെരിക്കും എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ഖീല യാ റസൂലല്ലാഹ്
അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, വലാ ഖാസിമുല്ലദി വലാ ഇബ്നുകൽ ഖാസിം, നബിയേ അങ്ങയുടെ മുത്തുമോൻ പൊന്നുമോൻ ഖാസിമിനെ ഖബർ ഞെരുക്കുമോ എന്ന് അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, വലാ ഇബ്രാഹിമുല്ലദി അസ്ഗറു മിൻഹു, എന്റെ ഖാസിമിനേക്കാൾ എത്രയോ കുഞ്ഞവനാണ്, കൊച്ചവനാണ് എന്റെ ഇബ്രാഹിം, അവനെ പോലും ഖബർ വെറുതെ വിടുകയില്ല സഹാബ. ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹയെ മാത്രം ഖബർ വെറുതെ വിടുമെന്ന് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് വിഭാഗം ആളുകളെ കൂടി ഖബർ വെറുതെ വിടുമെന്ന് കൂട്ടിച്ചേർത്തു. വസ്തുസ്നിയ മിൻ ഹാദൽ ലമ്മി സലാസ, ഈ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുന്നത് മൂന്ന് കൂട്ടരെയാണ്. ഒന്ന് അൽ അംബിയാ, അംബിയാക്കളെ ഖബർ ഞെരുക്കുകയില്ല, ഖബർ വേദനിപ്പിക്കുകയില്ല. ഫഇന്നഹും മഅസൂമൂന അൻ ഇർതികാബി ദുനൂബി വൽ ആസാം, പാവങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവർ സുരക്ഷിതരാണ്, സുരക്ഷിതരാ. അക്കാരണത്താൽ അവരെ ഖബർ ഞെരുക്കുകയേ ഇല്ല. രണ്ടാമത് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ, അത് ഹബീബായ തങ്ങളുടെ പോറ്റുമ്മയാണ്, നബി തങ്ങളെ വളർത്തിയ ഉമ്മയാണ്. റബീഉൽ അവ്വലിന്റെ മാസമല്ലേ, ഹബീബായ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമ്മ മരണപ്പെട്ടതിന് ശേഷം അള്ളാന്റെ റസൂലിനെ ആരാണ് താലോലിച്ചത്, ആരാണ് കുളിപ്പിച്ചത്, ആരാണ് വസ്ത്രം ധരിപ്പിച്ചത്, ആരാണ് സന്തോഷിപ്പിച്ചത്? ഫാത്തിമത്ത് ബിൻത് അസദ് ബിൻ ഹിശാം, ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹയാണ്. അലിയാർ തങ്ങളുടെ ഉമ്മയാണ്, അബൂ താലിബിന്റെ പ്രിയതമയാ. ഹബീബായ തങ്ങളുടെ മാതാവിന്റെ സ്ഥാനത്തുള്ള മഹദിയായിരുന്നു ഫാത്തിമ ബിൻത് അസദ്. എന്തുകൊണ്ടാണ് ഫാത്തിമ ബിൻത് അസദിനെ ഖബർ ഞെരുക്കാത്തത്? എന്റെ വിഷയം അതല്ല, എങ്കിലും ഞാൻ സാന്ദർഭിക ാലൊന്ന് സൂചിപ്പിക്കട്ടെ. വിഷയം അതല്ല, നമ്മുടെ വിഷയം അടുത്തതാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖബർ ഞെരുക്കൂല എന്നുള്ളത്. ഫാത്തിമ ബിൻത് അസദിനെ ഖബർ ഞെരുക്കാത്ത എന്താന്നുള്ള സംഭവം എന്റെ വിഷയത്തിൽ പെട്ടതല്ല. അപ്പൊ ഞാനത് ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നാളെ ചോദിക്കും, പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ലോ. അല്ലെ ചിലപ്പോൾ ഇനി നാളെ ഇനി ഉസ്താദിന്റെ ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് ഫാത്തിമ ബിൻത് അസദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റുമ്മ, പെട്ടെന്ന് ഓടിച്ചിട്ടൊക്കെ പറയാം, പോറ്റുമ്മ. നബി തങ്ങളെ വളർത്തി, ചാപ്പാട് കൊടുത്ത്, കുളിപ്പിച്ച്, ഒരുക്കി, സന്തോഷിപ്പിക്കും. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ സ്ഥാനം ഒരു മരണപ്പെട്ട് കിടക്കുകയാണ്, മരിച്ചുപോയി. ലമ്മാ മാതത് ഫാത്തിമത്ത് ബിൻത് അസദ് ബിൻ ഹിശാം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മാതാവിന്റെ സ്ഥാനത്തുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബീവി മരിച്ചു കിടക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി ദഖല അലൈഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അരികിലേക്ക് പോവുകയാണ്. ഫജലസ ഇൻദ റഅസിഹാ, അവരുടെ തലയുടെ ഭാഗത്ത് ഹബീബായ തങ്ങൾ പോയിരിക്കുകയാണ്. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, റഹിമക്കില്ലാഹു യാ ഉമ്മീ. വിളിച്ച വിളിയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച വിളിയാണ്. റഹിമക്കില്ലാഹ്, റഹിമക്കില്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച വിളിയാണ്. കുന്തി ഉമ്മീ ബഅദ ഉമ്മീ, എൻ്റെ ഉമ്മാക്ക് ശേഷം നിങ്ങളായിരുന്നു എൻ്റെ ഉമ്മ. പറയാണ് ഹബീബ റസൂൽ തങ്ങൾ വളരെ വിഷമത്തോടെ നമ്മൾ ആലോചിക്കണം. നമ്മുടെയൊക്കെ ഉമ്മ മരണപ്പെട്ട് കിടന്നാൽ ആരെങ്കിലും അടുത്ത് പോയി ഇരിക്കുവോ? മരിച്ചവിടെ കിടക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് കസേരയും പറക്കി, അതും പറക്കി, ഇതും പറക്കി, വരുന്നവരെയൊക്കെ നോക്കി, അങ്ങനെയൊക്കെ നോക്കി, ഇങ്ങനെയൊക്കെ നോക്കി, അങ്ങനെ അങ്ങ് സമയം കളയും. എന്നാ നമ്മുടെ ഉമ്മ മരിച്ചു, ആ ഉമ്മയുടെ അരിക്കെ പോയിരുന്ന ഉമ്മ നാളെ ഇനി കാണാൻ പറ്റൂല.
ഉമ്മയുടെ മയ്യത്തിന് ഖബറിനകത്താണ്. എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഉമ്മാക്ക് വേണ്ടി? എനിക്ക് എന്തെല്ലാം ചെയ്തു തന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്ത എൻ്റെ ഉമ്മയാണ് ഈ കിടക്കുന്നതല്ല. നാളെ എൻ്റെ ഉമ്മ മണ്ണിനടിയിലായിരിക്കുമല്ലോ പടച്ചവനെ. ആ ഉമ്മാന്റെ അരികിൽ പോയിരുന്ന് ഈ മാതാവ് ചെയ്ത ഓരോരോ നമുക്ക് ചെയ്തു തന്ന ത്യാഗങ്ങളെ നമ്മൾ ഓർക്കണം, അയവിറക്കണം. ഉമ്മ അത് കേൾക്കും, ഉമ്മ അത് അറിയും. എന്റെ മകൻ എന്റെ അരികിൽ വന്നിരിപ്പുണ്ട്, ഉമ്മ അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഫജലസ ഇൻദ റസിഹാ, മഹദിയായ ഫാത്തിമത്ത് ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ആ തലയുടെ ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞത്, കുന്തി ഉമ്മീ ബഅദ ഉമ്മീ തജൂഈന വതുത്ഇമീനനീ. നിങ്ങൾ വയറ് നിറച്ചിട്ട് അല്ലാഹു എൻ്റെ ഉമ്മ നിങ്ങൾ പട്ടിണി കിടന്നിട്ട് എൻ്റെ വയറ് നിറപ്പിച്ചില്ലേ. വതഅറൈന വതക്സൂനനീ, നിങ്ങൾ വസ്ത്രം പോലും ധരിക്കാതെ നിങ്ങൾക്ക് കിട്ടിയ പുതുവസ്ത്രങ്ങളെല്ലാം തൻ്റെ മകന് വേണ്ടി എനിക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ ഉമ്മ. വതംനഈനി طيب نفسك وتطعمينني. പട്ടിണി കിടന്ന സമയത്ത് ആരെങ്കിലും നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോ, വിഭവ സമൃദ്ധങ്ങൾ കൊണ്ട് മുന്നിലേക്ക് വെക്കുമ്പോ അതെല്ലാം എനിക്ക് വേണ്ടി കാത്തിരുന്ന് ഒരുക്കി വെച്ച് എൻ്റെ വയറ് നിറപ്പിച്ച് എന്നെ സന്തോഷിപ്പിച്ച ഉമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടി പട്ടിണി കിടന്നില്ലേ? എനിക്ക് വേണ്ടി പുതുവസ്ത്രം പോലും ധരിക്കാതെ കഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച എത്രയോ ദിവസമുണ്ടായിരുന്നു. തുരീദീന ബിദാലിക വജ്ഹല്ലാഹ്, അത് മുഴുവനും നിങ്ങൾ ചെയ്തത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരുന്നു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഗദ്ഗദത്തോടുകൂടി ആ മാതാവിന്റെ തലയുടെ ഭാഗത്ത് പോയിരുന്നു പറഞ്ഞിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് കുഴി കുടിക്കാൻ പറയുകയാണ്. കുഴി കുടിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനത്തെ സമയമെത്തി അതിന്റെ പള്ളക്കുഴിയിലേക്ക് എത്തിയപ്പോ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങുകയാണ്. വഹഫറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഖറജ തുറാബഹു മിൻ ഫിരിഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബർ കുഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കൈകൊണ്ട് തന്നെ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മണ്ണ് വാരി പുറത്തേക്ക് എറിയുകയാണ്. ശേഷം തുമ്മ ഖലഅ ഖമീസഹു, ഹബീബ റസൂലുള്ളാഹി തങ്ങൾ തന്റെ മുബാറക്കായ ശരീരത്തിൽ ധരിച്ചിരുന്ന ഖമീസ് അഴിച്ചു മാറ്റുകയാണ്. തുമ്മ യുൽതജ അലൈഹി, പിന്നീട് ആ ഖബറിൽ കിടക്കുകയാണ്. ഫതമറ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുകയാണ്. ശേഷം അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ആ ഖബറിൽ കിടന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അന്ത ഹയ്യുൻ ഖയ്യൂം, അന്തൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി فاطمة بنت أسد، اللهم اغفر لأمي فاطمة بنت أسد ولقنها حجتها ووسع مدخلها بحق نبيك وبحق أنبيائك الذين قبلي. അല്ലാഹുവേ, നീ നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാണ് പടച്ചവനെ. നാദാ, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, ഉരീദു അല്ലാ തമുസ്സഹ അന്നാർ, ഞാൻ എൻ്റെ ശരീരത്തിലെ ഖമീസ് അഴിച്ചു മാറ്റി ഈ ഖബറിന്റെ ഉള്ളിൽ വലത്തോട്ടും ഇടത്തോട്ടും ഞാൻ ഉരുണ്ടത് എൻ്റെ ഉമ്മയെ ഖബർ ഞെരുക്കാൻ പാടില്ല. അല്ലാ, എനിക്ക് ഭക്ഷണം നൽകിയ എൻ്റെ ഉമ്മയാണ്, എന്നെ കുളിപ്പിച്ച ഉമ്മയാണ്, എന്നെ ദുഃഖിപ്പിക്കാതെ കരയിപ്പിക്കാതെ എൻ്റെ യഥാർത്ഥ മാതാ
മാതാവ് എന്നെ വിട പറഞ്ഞു പോയതിന് ശേഷം എന്റെ ജീവിതത്തിൽ എനിക്കെല്ലാ സന്തോഷവും പകർന്നു തന്ന എന്റെ ഉമ്മയാണ് അല്ലാ. എന്റെ ഉമ്മായെ കബറഞ്ഞരിക്കാൻ പാടില്ല. ബിഹഖ് നബിയിക, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്, എനിക്ക് മുമ്പുള്ള നബിമാരുടെ ഹക്ക് കൊണ്ട് അല്ലാ എന്റെ ഉമ്മയെ നീ വേദനിപ്പിക്കരുത് അല്ലാ. വലഖിൻഹാ ഹുജ്ജതഹാ, മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. വവസ്സിഅ മദ്ഖലഹാ, അവരുടെ കിടപ്പാടം നീ വിശാലമാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ശരീരം ആ മണ്ണിൽ സ്പർശിച്ചത് കൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ബിൻത് അസദിനെ ഖബർ ഞെരിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ശരീരം അവിടെ സ്പർശിച്ചു. അത് ഉമ്മ എന്ന ഒരു സ്ഥാനം അല്ലാഹു തആല റസൂൽ നൽകി. അതുകൊണ്ട് അവരെ ഖബർ ഞെരിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞെരിക്കൂല, അതിന്റെ ബർക്കത്ത് അതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്ത് തന്നെ കൈകൊണ്ട് തന്നെ താഴേക്ക് ഇറക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ ദുആയുടെ ബർക്കത്ത്, നബിതങ്ങളുടെ ശരീരത്തിന്റെ ബർക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം, അതുകൊണ്ടാണ് ആദ്യമായി ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് പൊതിഞ്ഞത്, ഖമീസ് പൊതിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ മയ്യത്ത് പൊതിഞ്ഞപ്പോഴും ആദ്യമായി പൊതിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ മേൽമുണ്ട് കൊണ്ടായിരുന്നു. മുബാറക്കായ മേൽമുണ്ട് കൊണ്ടായിരുന്നു. ഞാനവിടെ പള്ളിമുക്കിൽ അതിനെ കുറിച്ച് സംസാരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമ ഖദീജ റളിയല്ലാഹു തആല വഫാത്താകാൻ കിടക്കുന്ന സമയം പറഞ്ഞ വാക്ക്, ഇന്നി ഖായിഫത്തും മിനൽ ഖബർ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖബറിനെ പേടിയാവുന്നു നബിയെ, എനിക്ക് ഖബറിനെ പേടിയാവുന്നു. അതുകൊണ്ട് എന്റെ ഖബറിന്റെ ഭയാനകതയിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ ഒരു പഴുത് മാത്രം കാണുന്നു. ഉരീദു ബിരിദായികല്ലദീ തൽബസഹു ഹീന നുസൂലിൽ വഹി. അങ്ങേക്ക് വഹിയിറങ്ങുന്ന സമയത്ത് അങ്ങയുടെ മുകളിൽ ധരിച്ചിരുന്ന മേൽമുണ്ട് എനിക്ക് നൽകണം. എന്റെ മയ്യത്ത് അതിൽ പൊതിയണം നബിയെ, ഞാൻ ഖബറിനെ ഭയപ്പെടുന്നു യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ ആ മേൽമുണ്ട് വഹിയിറങ്ങിയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന 25 വർഷം മുമ്പ്, നമ്മുടെയൊക്കെ നാട്ടിൽ 25 വർഷം നമ്മുടെ ഉപയോഗിച്ചിരുന്ന തുണിയോ മുണ്ടോ വല്ലതും ഉണ്ടോ? 25 വർഷം മുമ്പ് ബീവി ഖദീജയുമായിട്ട് 25 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. ആ 25 വർഷത്തിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ വഹി വന്ന സമയത്ത് ശരീരത്തിൽ കിടന്ന മേൽമുണ്ട് പെട്ടെന്ന് നബി തങ്ങൾ എടുത്തു കൊണ്ടുപോയി ഖദീജ ബീവിക്ക് കൊടുത്തു. ഫസറത്ത് ബിഹി സുറൂറൻ അളീമ. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല വളരെ സന്തോഷിച്ചു, ഭയങ്കരമായ സന്തോഷം. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഈ തുണി കൊണ്ട് വേണം എന്റെ മയ്യത്ത് പൊതിയാൻ. ഇത്ര വലിയ ഭാഗ്യം. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അബതൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നബിയേ, ഇന്ന കഫന ഖദീജ മിൻ ഇൻദില്ലാഹ്. ഖദീജ ബീവിക്കുള്ള കഫൻ പുടവ അള്ളാന്റെ ഭാഗത്ത് നിന്ന് എന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നബിയേ, ഈ കഫൻ പുടവ കൊണ്ടുവേണം ഖദീജയെ പൊതിയാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം നബി തങ്ങളുടെ മുണ്ട് കൊണ്ട് പൊതിഞ്ഞു, രണ്ടാമത് അള്ളാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ തുണി കൊണ്ട് പൊതിഞ്ഞു. അതിൻ്റെയൊക്കെ കാരണമൊക്കെ ഞാൻ അവിടെ പള്ളിമുക്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. വിഷയം അതല്ല. ഞാനിപ്പോ ഇങ്ങനെ ആ ഖബർ ഞെരിക്കാത്തുമായ സംഭവം വന്നപ്പം ഖബറിനെ കുറിച്ചുള്ള പേടി നമുക്ക് ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പോലും ഖബറിനെ കുറിച്ച് പേടിച്ചിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഒരു സൂചന ഇട്ട് തന്നതാണ്. ഖബറിന്റെ പരിസരത്തിരുന്ന് വാല് കേൾക്കും, പക്ഷെ ഖബറിനെ കുറിച്ച് ഒരു പേടി ഉണ്ടാവില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞു. ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. ഈ പള്ളിയുടെ പരിസരത്തുകൂടെ ഖബർ, എത്രയോ ഖബറുകൾ കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആരെങ്കിലും ആ ഖബറിലേക്ക് നോക്കിയിരുന്ന് ഒരു സലാം പറഞ്ഞു ദുആ ചെയ്ത് ആ ഖബറിനെ കുറിച്ച് ചിന്തിക്കുവോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ ഓരത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലാ മാ ഇജ്തമഅ ഹൗല, എന്തിനാ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ പറഞ്ഞു, നമ്മളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ മയ്യത്തിന് ഖബർ കുഴിക്കുകയാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ അരികിലേക്ക് പോയി. ആ ഖബറിന്റെ അരികിലേക്ക് പോയി മണ്ണ് വാരിയിട്ടിരിക്കുന്നു. ഫജലസ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്നു. ഫബകാ തവീലാ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദീർഘനേരം കരയുകയാണ്. ഹത്താ ബല്ലസുറാ മിൻ ദുമൂഇഹി, ഹബീബായ തങ്ങളുടെ മുബാറക്കായ കണ്ണുനീര് കൊണ്ട് ആ മണ്ണ് പോലും നനഞ്ഞുപോയി. അത്രത്തോളം കരഞ്ഞിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, യാ ഇഖ്വാനി ഫഅഇദ്ദു ലിമിസ്ലി ഹാദൽ യൗമിൽ അളീം. ഒരു ദിവസം നമുക്കും ഈ ഖബറിലേക്ക് വരേണ്ടവരാ. ഈ ഖബർ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നു സഹാബാ. അതുകൊണ്ട് ഈ ഖബറിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കണേ നബിയുനാ റസൂലുള്ളാഹി. എത്ര പേരാണ് ഖബർ കുഴിക്കുന്നത്? എത്ര പേരാണ് ഒരു മയ്യത്തടക്കാൻ സാക്ഷ്യം വഹിക്കുന്നത്? എത്ര പേരാണ് ഖബറിന്റെ സൈഡിലൂടെ നടന്നു പോകുന്നത്? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നാളെ ഞാൻ ഖബറിലാണ്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞതിന് ശേഷം ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ അലാ സ്വലാത്തിൻ ഇല്ലാ തഅവദ മിൻ അദാബിൽ ഖബരി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഏത് നമസ്കാരം നമസ്കരിച്ചാലും ഖബറിന്റെ ശിക്ഷകളെ തൊട്ടും ഖബറിന്റെ ഞെരുക്കത്തെ തൊട്ടും അല്ലാഹുവിനോട് കാവൽ തേടാതെ ഒരു നമസ്കാരവും ഞാൻ കണ്ടിട്ടേ ഇല്ല. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു നമ്മളെ അള്ളാഹുത്തത്തിൽ ഖബറിൽ നിന്നൊക്കെ നമ്മളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ അതിന് ഈ വെള്ളിയാഴ്ച രാവ് ഈ സൂറത്ത് ദുഖാൻ ഓതിയാൽ നമുക്ക് അതിനൊരു ഭാഗ്യം കിട്ടും. മറ്റൊരു ഭാഗ്യം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ മറദിഹി അല്ലദീ യമൂത് ലം യുഫ്തൻ ഫീ ഖബരിഹി വഅമിന മിൻ ലഗ്തതിഹി وحفتها الملائكة بأجنحتها حتى يجيزوه من الصراط إلى الجنة. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മരിക്കുന്ന സമയത്ത്, മരണത്തോടടുക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താണ് മരിക്കുന്നതെങ്കിൽ ലം യുഫ്തൻ ഫീ ഖബരിഹി, ഖബറിൽ അവന് ഒരു ഫിത്നകളും ഉണ്ടാവുകയില്ല. വഅമിന മിൻ ലഗ്തതിഹി, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുകയും മാത്രമല്ല വഹഫത്ഹൽ മലായിക, നാളെ ഖിയാമത്ത് നാളിൽ മാലാകമാർ അവരുടെ ചിറകുകളിലേറ്റി അവനെ സിറാത്ത് എന്ന പാലം മിന്നൽ വേഗത്തിൽ കടത്തി സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ഈ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ മരിക്കുന്ന സമയം ഓതണേ. ഹബീബുനാ റസൂലുള്ളാഹി മരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് എപ്പോഴും കൂടുതൽ സമയം ഇഖ്ലാസ് ഓതുന്നവർക്ക് മരിക്കുന്ന സമയത്ത് ഓതാൻ ഒരു ഭാഗ്യം കിട്ടും. മാരകമായ രോഗങ്ങളൊക്കെ ഉള്ളവർ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. മാത്തൂർ ഷെയ്ഖൊക്കെ എപ്പോഴും പറയും 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ, എപ്പോഴും പറയും ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറയും, സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറയും. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്രയും, ഇതന്നെ ഭയങ്കര ഡോസല്ലേ ഇപ്പൊ കിട്ടിയത്. സൂറത്തുൽ ഇഖ്ലാസ് ഓതിട്ട് മരിച്ചാല് നമുക്കൊരു പ്രശ്നമില്ല, ഖബറിനകത്ത് റാഹത്തായിട്ട് പോയി കിടക്കാന്ന്. പക്ഷെ അത് ഭാഗ്യം കിട്ടണം. എന്തെങ്കിലും അങ്ങനത്തെ ഒരു അടയാളങ്ങൾ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് എന്ത് ചെയ്തേക്കണം? സൂറത്തുൽ ഇഖ്ലാസ് ഓതിയേക്കണം. അതിന്റെ ഭാഗ്യം നമുക്ക് കിട്ടും. അല്ലാഹു അത് ഓതി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ.
അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ മഹത്വങ്ങളെ കുറിച്ച് ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു തരുമ്പോൾ ആ ഖുർആനിലൂടെ നമുക്ക് ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ വിശുദ്ധിയും വിജയവുമാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അത് ഖുർആൻ ഓതാത്ത വീടുകൾ അത് ചുടുകാടാണ്, നാശത്തിന്റെ വീടാണ്. ഖുർആൻ നമുക്കെതിരെ ശാപിക്കും, ഖുർആൻ നമുക്കെതിരെ ദുആ ചെയ്യും. സലാസത്തുൻ ഹബീബായ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ഹുമുൽ ഖുറബാഉ ഫിദ്ദുനിയാ. മൂന്ന് വിഭാഗം ആളുകൾ ദുനിയാവിൽ വീടും കൂടും ആളും പേരും ഇല്ലാത്ത പരദേശികളെ പോലെയാണ്. ദുനിയാവ് അവർക്കില്ല, ആഖിറവുമില്ല. ദുനിയാവുമില്ല, ആഖിറവുമില്ല. നഊദു ബില്ലാഹ്. ആരാണ് അവർ? മൂന്ന് പേർ. ഒന്ന്, അൽ ഖുർആനു ഫീ ജൗഫിൽ ളാലിം. അഹങ്കാരിയുടെ ഹൃദയത്തിൽ ഖുർആൻ, അഹങ്കാരിയുടെ ഹൃദയത്തിൽ ഖുർആൻ. ഖുർആൻ മനസ്സിൽ വെച്ചിട്ട് തമ്മാടിത്തരം പ്രവർത്തിക്കുന്നവൻ, ഖുർആനിന്റെ വഴികളെ സ്വീകരിക്കാതെ ഖുർആനിന് വിപരീതമായി പ്രവർത്തിക്കുന്ന തമ്മാടികൾ ആരാണോ, ഖുർആൻ അവനെതിരാണ്. ഖുർആൻ അവനെതിരാണ്. അവൻ പരദേശിയെ പോലെ അലഞ്ഞു തിരിയും. ഖുർആൻ കൊണ്ട് അവൻ ഒരു ഗുണവും ഉണ്ടാവുകയില്ല. നഊദു ബില്ലാഹ്. ആ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ട്, വറജുലു സാലിഹു ഫീ ഖൗമിൻ സൂ. സാലിഹായ മനുഷ്യൻ മോശമായ നാട്ടിൽ പോയി താമസിക്കൽ. നല്ല നല്ല മനുഷ്യന്മാരുണ്ടല്ലോ, ആ നല്ല മനുഷ്യർ നല്ല ചുറ്റുപാടിലെ താമസിക്കാവും. ചിലപ്പോൾ ലക്ഷം വീട് കോളനിയിൽ ഏതെങ്കിലുമൊക്കെ കോളനിയിൽ പോയി താമസിക്കും. അവിടെ എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ല, ഇബാദത്തുമില്ല, പള്ളികളുമില്ല, ഒന്നുമില്ല. ചില ആളുകളൊക്കെ, ചില പെണ്ണുങ്ങളൊക്കെ ഈ വീട് വിളിക്കും, നമ്മുടെ IYF-ന്റെ ആളാണ്, പോവാന്നപ്പോ അവിടെ ഇരി, ഇവിടെ പോ, അവിടെ ഇരി. അങ്ങനെ പതുക്കെ മുങ്ങാൻ നിൽക്കേണ്ടത് പറഞ്ഞപ്പോ മനസ്സിലായില്ല. അവിടെ പോവാ ധൃതി പിടിക്കാൻ, ഖുർആൻ ഓതാത്തതുണ്ടാ, ഇനി നാളെ മുതൽ ഓദിക്കോ. ചില ആളുകളൊക്കെ ഈ വീടുകളിലൊക്കെ, ചില നാടുകളിലൊക്കെ നമ്മൾ പോയാലേ ചീത്ത വിളി കേൾക്കാം. അല്ലോ ഒടുക്കത്തെ വിളിയാണ്, അല്ലാഹുവേ പടച്ചവനെ. അത് അവരുടെ എന്തോ സലാം പറയുന്ന പോലെ ഒരു ശൈലിയാണ്. ഈ വെള്ളം കോരുന്നിടത്ത്, കിണറ്റിന്റെ ചോട്ടില്, ഈ ചന്തയിലൊക്കെ പോയാല്, മീൻ കച്ചവടമൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ലോഡിങ്ങുകാർക്ക് ഓരോ ചാക്ക് പൊക്കണമെങ്കിൽ 2 ചാക്ക് ചീത്ത വിളിക്കണം, എന്നാലേ ആ ചാക്ക് അങ്ങോട്ട് പൊങ്ങുള്ളൂ. സംഭവം എന്ത് വൃത്തികെട്ട പരിപാടിയാ ഈ ചീത്ത വിളിച്ചിട്ട് പൊക്കുക, ലോഡിങ് പൊക്കുക, ചീത്ത വിളിക്കുക. ഒക്കെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ചീത്ത അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓരോരുത്തൊക്കെ നമ്മുടെത്തൊക്കെ ഞാൻ കുത്തിയിരുന്നൊക്കെ ചിരിച്ചിട്ടുണ്ട്. സംഭവം ഹറമിലൊക്കെ പോയിട്ട് വന്നിട്ട് ഓരോരുത്തർ ഹറമിനെ കുറിച്ച് പറയുമ്പോൾ ചീത്ത വിളിച്ചോണ്ടാ പറയുന്നത്. കാരണം ഇയാളുടെ ശൈലി അങ്ങനെ. എന്ത് ചോദിച്ചാൽ ആദ്യം 2 ചീത്ത വിളിക്കും, എന്നിട്ട് ഇയാൾ സംസാരിക്കുള്ളൂ. അപ്പൊ ആ ശൈലി ഹറം എന്ന് പറഞ്ഞപ്പോ, ഓ ഡാഷ് ഹറം ഒന്ന് കാണണം, എന്താ രസമെന്ന്. ആദ്യം ചീത്ത പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ വാക്കാ. അപ്പൊ അവർക്കതൊരു രസം, ചീത്ത വിളിക്കാന്നുള്ളൊരു രസം. പക്ഷെ അതൊരു മോശ സ്വഭാവമാണ്. ചീത്ത വിളിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. വെള്ളിയാഴ്ച വരും മിമ്പറിനകത്ത് മെഹ്റാബില് ആദ്യം അങ്ങോട്ട് ഇമാം ഇരുന്ന് ആദ്യത്തെ ഖുത്ബ ഓതി പൂർത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് പറയുന്ന വാക്കെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. നമ്മൾ നല്ല അടുത്ത ആളെ ഏൽപ്പിക്കും. അളിയ ഇന്നല്ലാഹി അമറു ബിൽ അദ്ൽ പറയുമ്പോ ഒന്ന് വിളിച്ചോണത്തമേ. ഉറങ്ങാൻ പറ്റി 25-30 മിനിറ്റ് സമയം ജുമ്മാക്ക് നേരത്തെ കടയൊക്കെ അടച്ചിട്ട് ഓടി വന്ന് നല്ലൊരു ഫാനിന്റെ ചോട്ടില് കാലൊക്കെ നീട്ടി വെച്ച്, ലുറാത്ത് പോയാലും അറിയില്ല, ഹുസാത്ത് പോയാലും അറിയില്ല, എല്ലാം കൊണ്ട് നീട്ടി വെച്ചിട്ട് ഒരിരുത്തേണ്ട സംഭവം. അങ്ങോട്ട് കേൾക്കുമ്പോഴൊക്കെ ടിഷ്യൂന്നൊക്കെ പോയി കാണും. ആരറിയാണ് ഇതൊക്കെ സംഭവം? ചാടി എഴുന്നേറ്റ് ഇവിടെ നിസ്കരിക്കാണ്. അതുകൊണ്ട് ഇമാമ് ഖുതുബ ഓതുമ്പോ ഖുതുബയിൽ പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ
وقولوا قولا سديدا. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ ഭയപ്പെടണം. നിങ്ങൾ നല്ലതേ സംസാരിക്കാവൂ. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. നിങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കും. നിങ്ങളുടെ പാപം അല്ലാഹു മാപ്പാക്കി തരും. നിങ്ങളുടെ പാപം അല്ലാഹു മാപ്പാക്കി തരും. നിങ്ങളുടെ അമൽ അല്ലാഹു സ്വീകരിക്കും. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചവരായി മാറും. അതുകൊണ്ട് നിങ്ങൾ നല്ലതേ പറയാവേ, മോശമായ വാക്ക് സംസാരിക്കരുത്. നാവ് നിങ്ങൾ സൂക്ഷിക്കണേ. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنهم مسؤولا. കണ്ണ്, കാത്, ഹൃദയം, നാക്ക്, ചെവി, ഇതിനെ കുറിച്ചൊക്കെ നാളെ ചോദ്യം ഉണ്ടാവും. ഇതൊക്കെ നാളെ ആഖിറത്തിൽ ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നാവ് സൂക്ഷിക്കണം. ആവശ്യമില്ലാതെ തെറി പറയരുത്, ചീത്ത വിളിക്കരുത്, ഒരാളെയും ഇരട്ടപ്പേരിട്ട് വിളിക്കരുത്. ഞാൻ അവിടുത്തെ പ്രസംഗിക്കാൻ പോയപ്പോ കണ്ണൂർ പിരിവ് നടക്കുക. അപ്പം തക്കാളി ബീരാൻ, തക്കാളി ബീരാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് ചിരിയും വന്നു. ഇതപ്പാ തക്കാളി ബീരാൻ. അല്ല, കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞാലേ അയാൾക്കത് ഇഷ്ടപ്പെടുള്ളൂ. അയാൾക്ക് വിഷമം. ഞാൻ പറഞ്ഞ അയാളോട് ചോദിക്കും. ചില ആളുകൾക്ക് ബീരാൻ എന്ന് പറഞ്ഞാൽ മതി, തക്കാളി ബീരാൻ എന്ന് പറയണം. അപ്പൊ അയാൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ചിരിക്കുക. ചില ആളുകൾക്ക് അങ്ങനെ ഇരട്ടപ്പേര് വെച്ച് വിളിച്ചെങ്കിൽ ചില ആളുകളെ അറിയുള്ളൂ. പക്ഷെ എന്നാലും അത് നല്ലതല്ല, അങ്ങനല്ല. അങ്ങനെ ആൾക്കാരെ വിളിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, അയാൾ പൊരുത്തപ്പെടണം. പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ മൊത്തം അമൽ അയാൾ നാളെ ആഖിറത്തിൽ കൊണ്ടുപോകും. അവിടെ ആവശ്യമില്ലാതെ ഒരാളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നല്ല പേരുണ്ട്, ആ നല്ല പേരിൽ തന്നെ വിളിക്കാം. മോശമായ പേരിട്ട് നമ്മൾ വിളിക്കുകയേ ചെയ്യരുത്. അതൊക്കെ ഖുർആന്റെ പല ആയത്തുകൾ വേറെയുണ്ട്. പോട്ടെ, ഞാൻ അങ്ങോട്ടെ വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയല്ല. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കാണ്, വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞ വാക്കാണ് നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നാവ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹൽ തദ്റൂന മൻ അശറുൻ നാസ്. ദുനിയാവിൽ മോശമായ ആളുകൾ ആരെന്ന് നിങ്ങൾക്കറിയോ? ഖാലൂ ബലാ ലാ യാ റസൂലല്ലാഹ്. അറിയില്ല നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവനാണ്. യഅതി ബിഹൗലാഇ ബിവജ്ഹിൻ വയഅതി ബിഹൗലാഇ ബിവജ്ഹിൻ. ഒരു മുഖം കൊണ്ട് ഇയാളോട് പോയി സംസാരിക്കും, മറ്റൊരു മുഖം കൊണ്ട് ഇയാളോട് പോയി സംസാരിക്കും. ഇങ്ങനെ വന്നിട്ട്, ഷാജാ മുസ്ലിയാരെ, അമീൻ മുസ്ലിയാർ വല്ല മോശമോ, നിങ്ങളെ കുറിച്ചൊക്കെ മോശം പറയുന്നുണ്ട്. അമീൻ മുസ്ലിയാർ, ഷാജാ മുസ്ലിയാർ നിങ്ങൾക്കെതിരെ സംസാരിക്കും. മര്യാദയ്ക്ക് വണ്ടി വിട്ടോ, ചിലപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരും അറിയുന്നില്ല. ഇവർ രണ്ടുപേരും വലിയ മുഹബ്ബീങ്ങളാ. ഇവർ രണ്ടുപേരും കണ്ട വലിയ സലാം പറഞ്ഞ വലിയ മുഹബ്ബീങ്ങളാ. പക്ഷെ സംഭവം എന്താ? ഇങ്ങനെയാ പറച്ചിൽ. ആരിലറിഞ്ഞോ? അപ്പൊ ഈ പറഞ്ഞവൻ ഇവനാരാ? രണ്ട് നാവുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ കാന ദാ ലിസാനൈൻ ഇല്ലാ ജഅലല്ലാഹു ലിസാനൈനി യൗമൽ ഖിയാമത്തി മിന്നാർ. ആരെങ്കിലും രണ്ട് നാവ് കൊണ്ട് സംസാരിച്ചാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവ് അവനെ പണിതു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് പാടില്ല കേട്ടോ. നാവ് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം മോശാവും, അതറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സഹാബി മരിച്ചു കിടക്കുന്നു. നബി തങ്ങൾ അവിടേക്ക് പോയിരിക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിൽ ജന്നത്തി യാ റസൂലല്ലാഹ്. ഈ സഹോദരൻ സ്വർഗ്ഗം കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നക ലാ തദ്രീ
ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. അങ്ങനെ പറയാൻ നിനക്ക് അവകാശമില്ല. കാരണം ഇവൻ മരണപ്പെടുന്നതിന് മുമ്പ് ഇവന്റെ നാവ് കൊണ്ട് സംസാരിച്ചത് മോശമായി പോയാൽ അവന്റെ ആഖിബത്ത് അത് മോശമാകാൻ കാരണമായേക്കാം. കണ്ടോ നാവ് സൂക്ഷിക്കണമെന്ന്. ആവശ്യമില്ലാതൊന്നും ആരെ ഒന്നും പറയാൻ നിൽക്കണ്ട. കുറ്റവും പറയണ്ട, കുറവും പറയണ്ട, ഒന്നും പറയണ്ട. നാവ് സൂക്ഷിച്ചോ. എന്തിനിതൊക്കെ പറയാൻ പോന്നെ? കുറ്റവും കുറവൊക്കെ അള്ളാഹ്ക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളതൊന്നും ഉണ്ടണ്ട. പരിശുദ്ധ ഖുർആനാണ്, ആ ഖുർആനിന്റെ വിഷയങ്ങളാണ് ഖുർആനുമായി ബന്ധം. പ്രസിഡന്റ് പതുക്കെ മുങ്ങി, ഇനി സെക്രട്ടറി മുങ്ങും, ഇമാമും മുങ്ങും, എല്ലാവരും മുങ്ങും. അവസാനം ഫ്രണ്ട് ഇരുന്ന നമ്മുടെ ഉസ്താദ് ബാക്കിൽ പോയി. 2 മണിക്കൂറായില്ലേ? ഇനിയിപ്പം നമുക്ക് നിർത്തിക്കൂടെ? 9 മണിക്ക് തുടങ്ങി 11 മണിയായി. ഞാൻ കൊല്ലത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. 2 മണിക്കൂറൊക്കെ ആയില്ല. തീരില്ല, വിഷയമൊന്നും തീരൂല. ഇതിപ്പോ ഇങ്ങനെ പോകും. ഖുർആന്റെ വിജയം എന്ന് പറഞ്ഞ് എനിക്ക് എവിടെ എല്ലാം കിടക്കുന്നത് അടച്ചു. അപ്പൊ പോട്ടെ, ഹദീദ് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ 3 പേര്. ഒന്ന്, നല്ല ആളുകൾക്കിടയിൽ താമസിക്കുന്നവർ. നല്ല ആളുകൾക്കിടയിൽ താമസിക്കുന്നവർ, നമുക്കും ആ നല്ല സ്വഭാവം ഉണ്ടാവും. മോശമായ ചുറ്റുപാടിൽ ജീവിച്ചാൽ നമുക്കും അതിന്റെ മണ അടിക്കും. ഇപ്പൊ സൂക്ഷിച്ചോ. മോശമായ സ്വഭാവം, മോശമായ ഉസ്താദന്മാരൊക്കെ ഗൾഫിൽ പോകും. ഈ ഗൾഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉസ്താദും 9 ജാഹിലീങ്ങളുടെ ഇടയ്ക്കാണ് ഒരു ഉസ്താദ് പോയി വീഴുന്നത്. കാരണം അവർക്ക് ഈ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഈ TV ഇട്ട് ഇങ്ങനെ ഓരോന്നും കണ്ടു കേട്ടൊക്കെ ഉസ്താദ് ആദ്യം മസാല ഒക്കെ പറയും, ഹറാമ ഹിറാമ എന്നൊക്കെ പറയും. എന്നിട്ട് ഉസ്താദ് നേരത്തെ മാറിക്കിടന്നുറങ്ങും. എന്നിട്ട് കമ്പിളിയിട്ട് അങ്ങ് മൂടും. യാ അല്ലാഹ്, ആദ്യത്തെ 5-6 ദിവസമൊക്കെ ഒഴിവായി കിടക്കും. നിങ്ങൾ എവിടെ നിന്ന് സംസാരിച്ചോളെന്നും പറഞ്ഞു. അവസാനം പിന്നെ തിരിഞ്ഞു കിടക്കും, പിന്നെ മലന്ന് കിടക്കും. പിന്നെ കമ്പിളിക്ക് ചെറിയൊരു ഓട്ട ഇട്ടു. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവസാനം പിന്നെ ഓട്ട ഇവർ വാട്സപ്പിനകത്തൂടെ ഫോട്ടോ എടുത്ത് കണ്ടുപിടിക്കും. നിങ്ങളുടെ ഉടായ്പ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല, അതുകൊണ്ട് ഓട്ട ഞങ്ങൾ കണ്ട്. അതുകൊണ്ട് ഇനി ഓട്ടയ്ക്കകത്തോടെ നോക്കണ്ട, നേരെ അങ്ങ് നോക്കിയോ ഉസ്താദ്. നമ്മൾ പിന്നെ അല്ല എന്തോ ചെയ്യാനാ, ഉസ്താദും തങ്ങളും ഒക്കെ നമ്മുടെ നാട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണില്ല എല്ലാവരും. പിന്നെ മുസ്ലിയാരും ജുബ്ബായും മുണ്ടലാഴ്ച വന്നിട്ട് ഷർട്ട് ഇടാൻ തുടങ്ങും, പിന്നെ വറുമൂടായി ഇടും, പിന്നെ കാണാനും തുടങ്ങും. അപ്പോൾ മുസ്ലിയാർ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് ഫാത്തിഹ ഓതി തുടങ്ങും, മറ്റുള്ളവർ ആമീൻ പിടിച്ചോളും. ഇതിന് തീർന്ന സംഭവം. കാരണം എന്താ? ഈ 9 പേര് ജാഹിലീങ്ങളാ. അതിന്റെ കൂട്ടത്തിൽ ഒരു ആലിം പോയി കിടന്നാൽ വല്ല കാര്യമുണ്ടോ? മസല പറഞ്ഞ് ജയിക്കാൻ പറ്റുമോ? നമുക്ക് ഇങ്ങോട്ട് മസാല പഠിപ്പിച്ചു തരും. അങ്ങനത്തെ ആലിമ്യങ്ങളാ ആളുകളാ മൊത്തം ഗൾഫിൽ കിടക്കുന്നത്. നമ്മൾ കുടുങ്ങിയില്ലേ? ഉസ്താദന്മാരുടെ ആ ഒരു ബ്ലാങ്കറ്റിനകത്ത് ഓട്ട കറക്റ്റായിട്ട് സംഭവം കുടുങ്ങിപ്പോകുന്ന അബീവേ. എല്ലാം കുടുങ്ങിപ്പോലെ. നമ്മളവിടെ ചെന്നിട്ട് നമ്മളും വരുന്ന പിന്നെ കണ്ടിട്ട് ഇവന്മാരെന്തെങ്കിലും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ? വലിയ മൊയ്ലിയാർ TVക്കെതിരെ സംസാരിക്കുക, സിനിമയ്ക്കെതിരെ സംസാരിക്കും. ഇപ്പൊ നോക്ക്, ഇവിടെ വന്ന് അയാൾ കണ്ടു. അതുകൊണ്ടൊരു കാരണവശാലും ജാഹിലിയങ്ങളുടെ കൂടെ പോയിരുന്ന സിനിമ കാണാൻ നിൽക്കല്ലേ. കാണുവന്നേ ഒറ്റയ്ക്കിരുന്ന് കണ്ടോ. ഫോട്ടോ എടുത്തിട്ട് അല്ലാതെ എന്താ പറയാ, പടച്ചോനെ പേടിച്ചില്ലേ, പടപ്പോളെ പേടിക്കണം എന്നൊരു കൗലുണ്ട്. 10 വരുമല്ല ഞാൻ കേട്ടോ. ഏതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നമ്മളത് അവാമുകൾക്കിടയിൽ നമ്മളത് കുറച്ച് സൂക്ഷിക്കണം. അതൊരു ഹൈറാ, അത് നല്ലതാണ്. മറ്റിതിനു വേണ്ടി പറയല്ല. അവാമുകൾക്കിടയിൽ നമ്മളത് സൂക്ഷിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവർ തന്നെ നമ്മുടെ കൂടെ നിന്ന് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെ ഒന്ന് എതിർക്കട്ടെ, ഉള്ളത് മൊത്തം അവൻ പൊട്ടിക്കും വാട്സപ്പിനകത്തൂടെ. ഞാൻ ആരായിരുന്നു ഈ സാധനം എന്നുള്ളത് ഞങ്ങൾക്കറിയാം, എത്ര ദിവസം അയാളെ കൂടെ ഉണ്ടായിരുന്നു, മൊത്തം തീർന്നാ നമ്മുടെ കാര്യം. പിന്നെ നമ്മൾ പോയി കുത്തിയിരുന്ന് 2 റക്അത്ത് അവനെതിരെ ദുആ ഇറക്കും. അള്ളാഹു അവനെ ഇടങ്ങാറൊക്കെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അള്ളാഹു തടിച്ചലാം. എവിടെ കേൾക്കാൻ അള്ളാഹു ദുആ? അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന. ഇത്തഖൂ മവാളിഅത്തുഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുഹ്മത്തിന്റെ സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അതിന്റെ വിധങ്ങൾ പറഞ്ഞ വാക്കാണ്, അത് സൂക്ഷിക്കണം. അപ്പൊ സാലിഹായ മനുഷ്യന്റെ കൂടെ ഇരുന്നാൽ സാലിഹായ ഗുണം കിട്ടും. അത്തർ കച്ചവടക്കാരന്റെ കൂടെ പോയിരുന്നാൽ അത്തറിന്റെ മണം ഇങ്ങനെ അടിക്കും. സാലിഹ്യങ്ങളുമായുള്ള ഒരു സുഹബത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ സാലിഹ്യങ്ങളുടെ മണം നമുക്കുണ്ടാകും, ആ ഒരു ഗുണം നമുക്കുണ്ടാകും. 3-മത് വൽ മുസ്ഹഫു ഫീ ബൈത്തില്ലാ യുത്ലാ ഫീ. ഏതൊരു വീട്ടിൽ ഖുർആൻ ഉണ്ടോ ആ ഖുർആൻ ഓതുന്നില്ല, ഖുർആൻ ഓതപ്പെടുന്നില്ല എങ്കിൽ ആ വീടും നശിച്ചത് തന്നെ. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. 3 കാര്യം. ഈ 3 കാര്യമാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്.
അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ അത് ഓതാതിരിക്കരുത്, ഓതണം. ഇല്ലെങ്കിൽ ഖുർആൻ നമുക്കെതിരെ ശാപപ്രാർത്ഥന നടത്തും. ഇടങ്ങേറ് മാറും. ഖുർആൻ ഓത്, സൂറത്തുൽ ബഖറ ഓത്, സൂറത്തുൽ ബഖറ ഓത്. ശൈത്താനോടും സൂറത്തുൽ ബഖറ ഓതിയാ വാപ്പ ഓടുന്ന കാണാം ആ എഴുന്നേറ്റ്. അപ്പൊ മനസ്സിലായി ആരാ ശൈത്താൻ. ഇത്ര നാളെ ഞങ്ങളെ പിഴപ്പിച്ച ശൈത്താൻ ആരാണെന്നുള്ളത്. രാവിലെ ഓട് എഴുന്നേറ്റ്. കാരണം എന്താ, വാപ്പാക്ക് ഇക്കാരമില്ല, ഒന്നുമില്ല, വെള്ളം അടിച്ച് കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് കിടക്കാണ്. അപ്പൊ ഏതെങ്കിലും ഉസ്താദന്മാരെ പോയി മക്കൾ കാണും, ഉസ്താദെ എന്റെ വീട്ടിലെ ഷർറ് മുസീബത്തൊക്കെ ഒന്ന് മാറ്റാൻ. ഷാജാ ഉസ്താദിന്റെ അടുത്ത് വരും. ഷാജാ ഉസ്താദ് സൂറത്ത് ബക്കറ രാവിലെ ഓതാൻ പറയും. രാവിലെ ഇരുന്ന് സൂറത്ത് ബക്കറ ഓതുമ്പോൾ മൂപ്പിൽ ഉറക്കം വരില്ല. ശൈത്താൻ വന്ന് ഖുർആൻ എഴുന്നേറ്റ് പോകും. ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ബാബാ നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ പോയിരിക്കാം. ബാബാ എഴുന്നേറ്റ് പൊറുക്കി എടുത്തോളൂ. അപ്പൊ മനസ്സിലായിക്കോ ആരാ ശൈത്താൻ. പണ്ടില്ല വാട്സപ്പിനകത്തില്ല ഒരു തമാശ വന്നില്ലേ, ശൈത്താന് ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആരോ പറഞ്ഞു എവിടെ പോകണം ചോറ് കൊടുക്കാൻ, പള്ളി പോയി നിന്നാൽ മതി, ബാങ്ക് വിളിച്ചാൽ പള്ളിക്കകത്ത് പുറത്തോട്ട് പോകുന്നവൻ ആ ശൈത്താൻ, അവന്റെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഉമ്മമ്മ ചോറ് പൊതിയായിട്ട് പോയി. ബാങ്ക് വിളിച്ചപ്പം പള്ളിയിലെ സെക്രട്ടറി ഇറങ്ങി പോന്നു. എന്നാ ചോറ് കൊണ്ട് കൊടുത്തു, തിന്നോളാൻ പറഞ്ഞു. എന്തിനാ, എനിക്കെന്തിനാ? അല്ലെ ശൈത്താന് ചോറ് കൊടുക്കണമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് തന്നതാ. ഞാൻ ശൈത്താനാ, പള്ളിയുടെ സെക്രട്ടറിയാ. അല്ലെ പള്ളിയുടെ സെക്രട്ടറി ബാങ്ക് വിളിക്കും അകത്തോട്ടാ പോവാ, പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോവാറില്ല. അപ്പൊ അതുകൊണ്ട് എന്നാ കുഴിച്ചോളാൻ പറയാ എന്ന് പറഞ്ഞ പോലെ സംഭവം സൂക്ഷിക്കണം കേട്ടോ. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഇവിടുത്തെ സെക്രട്ടറിയൊന്നും അല്ല കേട്ടോ. ആണോ? എപ്പോഴും പള്ളി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എപ്പോഴും പള്ളിയില്ല, അതിന്റെ ആവശ്യം. പിന്നെ വീട്ടിലെ കാര്യം ആരും നോക്കും, വീട്ടിലെ കാര്യം ആരും നോക്കും. എപ്പോഴും പള്ളി കുത്തിയിരുന്നാല് അതിന്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും പള്ളി ഇരിക്കണം ആരാ പറഞ്ഞ? അതുമില്ല. അതീ തോന്നണോ? ഉമർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും പള്ളിയിൽ കുത്തിയിരിക്കുന്നവരോട് പറഞ്ഞ, ഏയ് ഇന്നല്ലാഹ ലം യുംദിർ ദഹബൻ വലാ ഫുല്ലതൻ മിനസ് സമാ. അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ഒന്നും നിനക്ക് മഴ പെയ്ത് കൊഴിച്ചു തരൂല. എഴുന്നേറ്റ് പോയി പുറത്തു പോയി സമ്പാദിക്കാൻ പറയാം. അല്ലാഹ് ഓടിച്ചു വിടുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളി കുത്തിയിരിക്കുന്നവരെ. പോയി സമ്പാദിക്കാൻ പറയും. സമ്പാദിച്ചിട്ട് സമയമാകുമ്പോ വാ, സമ്പാദിച്ചിട്ട് ബാങ്ക് വിളിക്കുമ്പോ വാ. അതാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ കച്ചവടവും ജോലിയും ഒന്നും വ്യാപൃതനാക്കാതിരിക്കട്ടെ, വിസ്മരിപ്പിക്കാതിരിക്കട്ടെ. അള്ളാന്റെ ദിക്ർ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. ബാങ്ക് വിളിച്ച പെട്ടെന്ന് പോണെന്ന് അല്ലാഹു പറഞ്ഞത്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. പെട്ടെന്ന് ധൃതി പിടിച്ചോ, കടയുടെ ഷട്ടർ താഴ്ത്തിയിട്, പള്ളിയിൽ പോകും. ബഹുമാനപ്പെട്ട കാന സ്വഹാബു യതബായഊന വയത്തജിറൂൻ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ കച്ചവടം ചെയ്യുമായിരുന്നു, ഇടപാടുകൾ നടത്തുമായിരുന്നു. ഇദാ നാബഹുൽ ഹഖ് ലം തുൽഹിഹിം തിജാറതു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് കച്ചവടങ്ങളോ ഇടപാടുകളോ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്നും സ്മരണയിൽ നിന്നും ആ സ്വഹാബാക്കളെ തടയുമായിരുന്നില്ല. ഈ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ബാങ്ക് വിളിച്ചാൽ യാ അല്ലാഹ് ഷട്ടർ താഴ്ത്തിയിടുക, നേരെ പള്ളിയിലേക്ക് പോവാൻ. അതാണ് നിയമം. അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ല ജുമാക്ക് മാത്രം പോകുന്ന കാര്യമല്ല ഇത്. നമ്മളെല്ലാവരും ജുമാക്ക് മാത്രം ബാങ്ക് വിളിച്ചാൽ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ജുമാക്ക് കടയടച്ചിട്ട് പോകുന്നത്, അല്ലാത്ത സമയത്തൊന്നും അല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാവരും ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോ, ബാക്കിയുള്ള സമയത്ത് കച്ചവടത്തിന് പോകും. അത് ഖുർആൻ തന്നെ പറഞ്ഞ വാക്കാണല്ലോ. നമസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. ബാങ്ക് വിളി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. യാ അല്ലാഹ്
യാ അല്ലാ, ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ. അവിടെ ഞാൻ ചുമ്മാ കുത്തി തസ്ബീഹും കുത്തിയിട്ട് വിരിച്ചിരിക്കൊണ്ടിരിക്കണ്ട. എല്ലാം ദിക്റും ദുആയും കഴിഞ്ഞ് യാ അല്ലാ ഇറങ്ങിപ്പോ. പോയി കച്ചവടം ചെയ്യാനാ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. പിന്നെ പള്ളിയിൽ അങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന, പള്ളിയിൽ അങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണ്ട. കച്ചവടം ചെയ്യണം. കച്ചവടം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വാക്ക് നമ്മൾ കേൾക്കണം. കച്ചവടം ചെയ്യണം, സമയമാവുമ്പോ പള്ളിക്ക് വരണം. അൽഹംദുലില്ലാ, അതാണ് വേണ്ടത്. സമയത്ത് പള്ളിക്ക് വരണം. അപ്പൊ അല്ലാഹുവിന്റെ ഹക്ക് നമ്മൾ നിറവേറ്റിയവരായി. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഓതാത്ത വീട് ചുടുകാടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച വാക്കാണ്. പിന്നെ നമ്മുടെ മക്കളെയും കൂടെ ഖുർആൻ പഠിപ്പിക്കണം. ഞാൻ നിർത്താൻ പോവാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കേട്ടോ. വൈലുൽ ലി ഔലാദി ആദമ മിൻ ആബാഇഹിം ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ അദബ വൽ ഫർളാ ഫയൻശഊന ജുഹാലാ വഅന ബരീഉം മിൻ ഹൗലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈലുൽ ലി ഔലാദി ആദമ മിൻ ആബായിഹിം, ആദമിന്റെ മക്കളിലെ മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നരകമാണ്. കാരണം എന്താണ്? ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ അദബ വൽ ഫർളാ, തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, അദബ് പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, ഫർളായ കാര്യങ്ങൾ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ ഫയൻശഊന ജുഹാലാ, അവർ ജാഹിലിങ്ങളെക്കാളും അതപ്പതിച്ചു പോകാൻ കാരണം മാതാപിതാക്കളാണെങ്കിൽ വഅന ബരീഉം മിൻ ഹൗലാ, ആ മാതാപിതാക്കളെ ഞാൻ നാളെ ആഖിറത്തിൽ കാണാതിരിക്കട്ടെ. ആ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ ഒഴിവാണ്. നബീന റസൂലുള്ളാഹി. ഖുർആൻ പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ മക്കളെ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ മക്കളെ ജാഹിലായി പോയി. കഞ്ചാവ്, വെള്ളാടി, ഹറാമിയത്ത്, മുടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കല്, കുറെ കീറിയ പാന്റ് മേടിക്കും 12,000 രൂപ കൊടുത്ത്. ദുബറിൽ ഒരു കീറക്കം, ഇവിടെ ഒരു കീറക്കം, അവിടെ ഒരു കീറക്കം. ഭ്രാന്തന്മാരെക്കാടെല്ലാം കഷ്ടം. 5-6 വള്ളി ഇവിടെയും വലിച്ചിടും. എന്തൊരു ഭ്രാന്തന്മാര് പടച്ചവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശ്ശുബ്ബാനു ശുഅബത്തും മിനൽ ജുനൂൻ, യുവാക്കൾ ഭ്രാന്തിന്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക. ഇപ്പോഴാണ് ഈ ഡീസന്റ് ഭ്രാന്തന്മാരെ നമുക്ക് കാണാൻ പറ്റുക. ബൈക്കിനകത്തൊക്കെ അങ്ങോട്ട് 2-3 ഒരുത്തന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ബുറാക്കിൽ കയറി ജിബ്രീൽ ഇസ്ലാത്തുസ്സലാം പോയതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. പോകുന്ന പോക്കണ്ടില്ല. ഇപ്പൊ ഇവിടെ എന്തൊരു സൗണ്ട് അവിടെ. നമ്മളോടി പൊയ്ക്കോണ സംഭവം. ഭൂമിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ഖുർആൻ പറയുന്ന വാക്കല്ലേ, വഖസിദ് ഫീ മശീക് വഗ്ളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാത് ലസൗതുൽ ഹമീർ. ഭൂമിയിൽ മിതത്വത്തോടെ നടക്കൂ ഹബീബേ. മാന്യമായിട്ട് ശബ്ദം കുറച്ച് സംസാരിക്കൂ ഹബീബേ. ഖുർആൻ വാക്കല്ലേ. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഉപദേശിച്ച വാക്കാണ്. ഭൂമിയിൽ മിതത്തോടു കൂടി യാത്ര. എന്തൊരു പോക്കാ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തോ പോക്ക. എത്രയോ ആക്സിഡന്റുകൾ സംഭവിക്കുന്നു. എന്നിട്ട് ഈ കുട്ടികൾ മനസ്സിലാക്കാത്ത എന്ത്? വലാ തംശി ഫിൽ അർളി മറഹാ വലാ തംശി ഫിൽ അർളി മറഹാ. ഭൂമിയിൽ ഊറ്റടിച്ചടക്കരുത്. അഹങ്കാരിയായി ധിക്കാരിയായി നീ വണ്ടി ഓടിക്കരുത്. അഹങ്കാരിയായി നീ യാത്ര ചെയ്യരുത്. അഹങ്കാരിയായി നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താരിൻ ഫഖൂർ. അഹങ്കാരിയെയും തമ്മാടിയെയും ഊറ്റമടിച്ചടക്കുന്നവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിൽ നടക്കുമ്പോൾ സൂക്ഷിച്ചോ. എന്താ പോക്ക് നമ്മുടെ കുട്ടികള്, ചെറുപ്പക്കാർ. എത്ര ഇന്നും പത്തെടുത്ത് വെച്ച് നോക്ക്, ആക്സിഡന്റിലായി. ഇന്നും പത്തെടുത്ത് വെച്ച് നോക്ക്, ആക്സിഡന്റായി നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികളാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചോട്. മക്കള് പുറപ്പെടുമ്പോ യാത്ര നമ്മൾ ശ്രദ്ധിക്കണം. മക്കൾ റൂമിൽ കിടക്കുമ്പോൾ വാപ്പയും ഉമ്മയും ശ്രദ്ധിക്കണം.
മക്കളെ പിഴച്ചുപോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മാതാപിതാക്കളെ നിങ്ങൾക്കാണ്. അത് മക്കളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ധരിക്കണ്ട, ഒരിക്കലും ധരിക്കണ്ട. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല യസ്അലുൽ വാലിദ യൗമൽ ഖിയാമ ഖബല അൻ യസ്അലൽ വലദാ. മാതാപിതാക്കളോട് നാളെ ആഖിറത്തിൽ ആദ്യമായി മക്കളെ കുറിച്ചാണ് ചോദിക്കുക. മക്കളെ, മാതാപിതാക്കളോടുള്ള ഹക്ക് നിറവേറ്റാത്തതിൽ, വീഴ്ച വരുത്തിയതിൽ അവരോട് ചോദിക്കുന്നതിന് മുമ്പേ മാതാപിതാക്കളോട് മക്കളെ കുറിച്ച് ചോദിക്കുമത്രേ. പാപ്പയോട് ഉമ്മയോടെ ചോദിക്കുന്ന ആദ്യം എന്താ ചോദിക്കുന്നത്? മാതാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. ഇങ്ങോട്ട് മാറി നില്ല വാപ്പാ, ഇങ്ങോട്ട് മാറി നില്ല ഉമ്മ. നിന്റെ മക്കൾക്ക് നീ എന്ത് ഇൽമാണ് പഠിപ്പിച്ചു കൊടുത്തത്? എന്താ പഠിപ്പിച്ചു കൊടുത്തത്? മാതാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുകയാണ്, മാ മിൻ അബ്ദിൻ യസ്തർഇഹില്ലാഹു മിൻ റഇയ്യാ ഫലം യുഹിത്ഹാ ബിനുസഹിഹി ഇല്ലാ ലം യുരിഹ റായിഹത്തൽ ജന്നാ. നമ്മുടെ കൈകളിൽ ജീവിക്കുന്ന, നമ്മുടെ കൺമുന്നിൽ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ മക്കൾ, അവർക്ക് ഖുർആൻ പഠിക്കാതെ, ഖുർആൻ പഠിപ്പിക്കാതെ, ദീന് പഠിപ്പിക്കാതെ അവർ പിഴച്ചു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏ മാതാപിതാക്കളെ, ഇല്ലാ ലം യുരിഹ റായിഹത്തൽ ജന്നാ. നിങ്ങൾ നിസ്കരിച്ചിട്ട് വലിയ ഹാജിയാരായേക്കാം, ഹജ്ജുമ്മയായേക്കാം, നിങ്ങളുടെ മക്കൾ പിഴച്ചു പോയാൽ സ്വർഗത്തിന്റെ സുഗന്ധം നിങ്ങൾ ആസ്വദിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ വലിയ വാപ്പായും ഉമ്മായുമായി നമ്മുടെ മക്കളെ വെച്ചു. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റി? അവൻ പോയി, അവൾ ഒളിച്ചോടിപ്പോയി, അവൾ ഒളിച്ചോടിപ്പോയി, അവൻ പഴിച്ചു പോയി, അവൻ കഞ്ചാവ് കടിക്കുന്നവനായി. ഞാൻ എന്ത് ചെയ്യാൻ? വാപ്പാക്ക് അങ്ങനെ പറയാനൊരു വോയിസ് ഇല്ല. എന്തുകൊണ്ടാണ് പഴിച്ചു പോകാൻ കാരണം? എന്തുകൊണ്ട് അത് പഠിപ്പിച്ചില്ല? തുടക്കത്തിലെ ഉപ്പ പാളിപ്പോയില്ലേ? എന്തുകൊണ്ട് മര്യാദ പഠിപ്പിച്ചില്ല? വാപ്പയും ഉമ്മയാണ് മര്യാദ പഠിപ്പിക്കേണ്ടത്, ഉസ്താദന്മാരല്ല. ഉസ്താദന്മാരങ്ങാണ് മദ്രസയിൽ ഒരു അടിയങ്ങാണ് അടിച്ച് തൊടയിലെങ്ങാണ് ഒരു ചുമന്ന കളർ വന്ന തീർന്ന്, മൊയിലിയാരുടെ കാര്യം കട്ടപ്പോക തീർന്ന്. അല്ലാഹു അക്ബർ. പിന്നെ അവരെയും വിളിച്ചോണ്ട് ഒരു മാർച്ച് പാട്ട്, ഉസ്താദ് അവിടെ അടിച്ച്, ഉസ്താദ് ഇവിടെ അടിച്ച്. സ്കൂളിലും കോളേജിലും പോയി എടുത്തിട്ട് ഓരോരുത്തന്മാർ ഇടിച്ച് അവന്റെ കിഡ്നി എല്ലാം പരിപ്പാക്കും. അതൊന്നും വാപ്പാക്കൊരു വിഷമവുമില്ല, ഉമ്മാക്കൊരു വിഷമവുമില്ല. ഖുർആൻ പഠിക്കാത്തതിന് വാപ്പ, ഖുർആൻ പഠിക്കാത്തതിന്റെ ഉസ്താദ് ഒരു അടിയടിച്ചു. അത് ഈ കൊച്ചു കുട്ടികളുടെ വെള്ള തുടയാ, ചെറുതാണെന്ന് അടിച്ചപ്പോ അങ്ങോട്ട് തിരിഞ്ഞു പോയി. ചിലപ്പോ ദുബറിലായി പോവും. ഉമ്മ കുളിപ്പിക്കാൻ നോക്കിയപ്പോ അയ്യോ ഉസ്താദ് അവന്റെ ബട്ടക്കി അടിച്ചു, ഉസ്താദിന്റെ അവിടെ അടിച്ചു, അവിടെ നിന്ന് അടിക്കാം, വേറെ എവിടെങ്കിലും അടിച്ചു, ഇവിടെ നിന്ന് അടിക്കാം. അടിക്കുമ്പോ തിരിഞ്ഞു പോയതാ അബീവെ, നമ്മളിപ്പോ അറിഞ്ഞത് ചന്തിയ എന്നുള്ള സംഭവം. അത് തിരിഞ്ഞുപോയി. അപ്പൊ അവിടെ അടയാളം വീണ്, പരാതിയായി ഉസ്താദിന്. അപ്പൊ കമ്മിറ്റിക്കാർ വന്ന് പറയും, വേറെ ജോലിയൊന്നുമില്ല ഉസ്താദ്, നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ട് വെച്ചാൽ മതി, ഇവനെയൊക്കെ അടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇവരൊക്കെ നടക്കും. അപ്പൊ ഉസ്താദും ഫേസ്ബുക്ക് എടുത്തോണ്ട് വരും. പിന്നെ അടുത്ത ദിവസം മദ്രസയിൽ, കാരണം 1 മണിക്കൂർ സമയം കിട്ടും, 3/4 മണിക്കൂറും ഫേസ്ബുക്കും 1/4 മണിക്കൂർ ഖുർആൻ പഠിപ്പിക്കും. അൽഹംദുലില്ലാഹ്, ആഹത്തായി ബർക്കത്തായി. കഴിയുമെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പൊടിച്ചിട്ട് പറഞ്ഞിട്ട്, സബീറെ ഇതൊക്കെ ചോദിക്കുക, എഴുതി വെച്ചോ, ഇതൊക്കെ എഴുതി വെച്ചോ, ക്വസ്റ്റ്യൻ ഔട്ടാക്കി. ഉദാഹരണം പറയാതെ ഉസ്താദന്മാരെ കുറ്റം പറയല്ല. അല്ല, നമ്മുടെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുമെന്ന് പഠിപ്പിക്കാനേ നമുക്കൊരു ഉഷാറ് കിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെ, ഞാനൊക്കെ ഇടി കൊണ്ടാ പഠിച്ചത്. എൻ്റെ ഉസ്താദൊക്കെ 12 വയസ്സിൽ എന്നെ ഓതാൻ കൊണ്ട് ഇടി, തലയൊക്കെ മുഴച്ചു വരും. 2-3 പ്രാവശ്യം ഒളിച്ചോടിപ്പോയി. പിന്നെയും പൊക്കിയെടുത്ത് വാപ്പ കൊണ്ടിടും. ഒരു ലൈഫ് ബോയ് സോപ്പും മേടിച്ചു. ഇന്ന് ലൈഫ് ബോയുടെ മണം അടിച്ചാൽ എനിക്ക് ആ പണ്ടത്തെ ഓർമ്മ വരും. അന്നത്തെ ഒരു ദിവസം പോയി പരാതി പറഞ്ഞു എന്റെ ഉസ്താദിനോട്, എന്റെ മോനെ ഞാൻ അടിക്കുന്നു, ഞാൻ അവന്റെ ഉസ്താദാണ്. അല്ലോ എന്താ വേണം ചെയ്തോ, യാ അല്ലാഹ് ഇട്ടിട്ട് പോയി. അൽഹംദുലില്ലാ. അന്ന് ഇടി കൊണ്ടല്ലെന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റിയ അത് മനസ്സിലാക്കണം. ചുമ്മാ ഒന്നും ഇഴിമടിക്കാനൊന്നും പറ്റൂല അബീവെ. ഒന്നി ഉസ്താദന്മാരായി നേടി കിട്ടും, ഇല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരായി നേടി കിട്ടും. രണ്ടാലൊന്നും ഉറപ്പാണ്. ഇന്ന് കോളേജിൽ കൂടെ പഠിക്കുന്നവരെ നേടി കിട്ടുന്നത്, ഉസ്താദന്മാരെ എന്നല്ല. റാഗിങ് എന്നൊക്കെ പറഞ്ഞ് ഇടിയല്ല കിട്ടുക. എന്നാ ഇടിയ ഇടിക്കുന്നത് ഓരോരുത്തന്മാര്? അത് ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞതിന്റെ പേരിലാണ് നിനക്കൊക്കെ ഇടി കിട്ടുന്നത്. പിന്നെ അവസാനം തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ പഠിത്തം നിർത്തി നാട്ടിലേക്ക് വരും. അതുകൊണ്ട് മക്കളെ ഖുർആൻ പഠിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഖുർആന്റെ ക്ലാസ് ഉണ്ട്, ഇല്ലേ? അൽഹംദുലില്ലാഹ്, ഹിഫ്ള് ദർസ് എല്ലാം കൊണ്ട്. മാലിക്കര പള്ളി ഒക്കെ അറിയപ്പെട്ട ഒരു പള്ളിയാണ്. പണ്ട് പാരമ്പര്യമായിട്ട് തങ്ങന്മാരും എല്ലാവരും ഒക്കെ വന്നിട്ടും ദർസ് നടത്തിയിട്ടും ഇന്നും ആ പാരമ്പര്യമൊക്കെ ഉണ്ട്. അതൊക്കെ തങ്ങളല്ലേ നമ്മുടെ യാസർ തങ്ങൾ പ്രസിഡന്റ്
ആ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ദറസും ആ ഹിഫ്ളും ഇതെപ്പോഴും നിലനിർത്തണം. നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. ഖുർആനിന്റെ വിശുദ്ധിയിലേക്ക് നമ്മുടെ മക്കളെ നയിക്കണം. നാളെ മാതാപിതാക്കൾ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ ഈ മക്കളെ പിഴച്ചുപോയി എന്ന ഒരു വാക്ക് നാളെ ആഖിറത്തിൽ പോയി പറയാൻ വാപ്പാക്കും കഴിയില്ല, ഉമ്മാക്കും കഴിയില്ല. മാതാപിതാക്കളോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള മക്കളെ എന്തുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചില്ല? അതുകൊണ്ട് നാളെ മുതൽ വിട്ടോ, മക്കളെ ഖുർആൻ പഠിപ്പിച്ചോ, ഹാഫിളാക്കിക്കോ, ആലിമാക്കിക്കോ.